നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾക്കെല്ലാം തന്ത്രിയുടെ അനുമതി വേണം. അതാണ് ആചാരം. ദ്വാരപാലക ശില്പവും വാതിൽപ്പടിയുമെല്ലാം സ്വർണം പൂശാൻ എടുത്തപ്പോഴെല്ലാം തന്ത്രി അനുമതി നൽകിയിട്ടുണ്ട്. താന്ത്രിക വിധിപ്രകാരം ദൈവഹിതമനുസരിച്ച് അനുമതി നൽകുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഇവരുടെ വാദം. പ്രത്യേകം ശ്രദ്ധിക്കണം, ബോർഡ് തീരുമാനത്തിന് അനുമതി തേടുമ്പോൾ ദൈവഹിതം അതിനുണ്ടോ എന്ന് പരിശോധിച്ച് തീരുമാനം പറയുന്നത് തന്ത്രിയാണ്. ശബരിമലയിൽ നടന്ന കൊള്ളയ്ക്ക് എല്ലാ തവണയും ഇങ്ങനെ തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു. ഒന്നുകിൽ ദൈവഹിതം തന്ത്രിമാർ അട്ടിമറിച്ചു, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് സർവ്വ കൊള്ളയ്ക്കും കൂട്ടുനിന്നു. അതിന് ദൈവഹിതം എന്ന ന്യായീകരണം നിരത്തി. ശബരിമല സ്വർണ്ണമോഷണത്തിൽ തന്ത്രിമാർക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നതൊക്കെ പറയാൻ കഴിയില്ല. അതൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. അവരറിയാതെ മോഷണം നടന്നതെങ്കിലും ഇതിനെല്ലാം അനുമതി നൽകിയവർക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. 1902 തീപിടുത്തത്തിന് ശേഷമുള്ള 1.25 നൂറ്റാണ്ടായി താഴ്മൺ കുടുംബം ശബരിമലയിലെ താന്ത്രിക അവകാശം കൈയാളുകയാണ്. ആ കുടുംബത്തിൽ പിറന്നവരാണ് തന്ത്രിമാരായിട്ടുള്ളത്. ആ കുടുംബത്തിന് അറിയാത്തതായി ശബരിമലയിൽ ഒന്നുമുണ്ടാകില്ല. താഴ്മൺ കുടുംബത്തിൻ്റെ പേരിൽ താന്ത്രികാവകാശം കൈയാളുന്ന കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരുടെയും മൊഴി നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരുന്നു. ഇപ്പോൾ മോഹനരുടെ മകൻ മഹേഷ് മോഹനരുടെ മൊഴിയും എടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇടനിലക്കാരനെയും തൊണ്ടി മുതൽ കണ്ടെടുത്ത ബാംഗ്ലൂരുവിലെ ഗോവർദ്ധൻ ജുവലറി ഉടമ ഗോവർദ്ധനെയും ഇടനിലക്കാരൻ കൽപേഷിനെയും ഒക്കെ പരിചയമുണ്ടെന്നും അത് ഭക്തർ എന്ന നിലയിലാണ് ആ പരിചയമെന്നും മഹേഷ് മോഹനർ പറഞ്ഞതായി പുറത്തുവരുന്ന വിവരങ്ങൾ. ആരെയും കുറ്റക്കാരായി മുൻവിധി നടത്താനില്ല, ആരും കുറ്റക്കാരല്ലെന്നും മുൻവിധി നടത്താനില്ല. അന്വേഷണം നടക്കട്ടെ, സത്യം തെളിയട്ടെ. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കിള്ളിപ്പാലത്ത് നിന്നും മഹിയാണ്. ശ്രീ മഹി, ഇന്നിപ്പോൾ കണ്ഠരര് മോഹനരുടെ മകൻ മഹേഷ് മോഹനരുടെയും ശബരിമലയിലെ തന്ത്രി മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തു. അവിടുത്തെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധൻ ജുവലറിയുടെ ഉടമ ഗോവർദ്ധനെയും ഈ തൊണ്ടി മുതൽ കണ്ടെടുത്ത അവിടെ നിന്നാണ്. ഇടനിലക്കാരൻ കൽപേഷിനെയും ഒക്കെ ഭക്തരെന്ന നിലയ്ക്ക് ഇവർക്കറിയാം എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഈ തന്ത്രിമാരിലേക്ക് കൂടി നീളുകയാണോ ഈ അന്വേഷണം? നമസ്കാരം. സാർ, പിന്നെ ഈ ആര് എന്ത് ഓട്ടിച്ചാലും എല്ലാവരും അകത്താവും. പിന്നെ സാറേ, നിങ്ങൾ വേറെ കാര്യം വിട്ടുകൊണ്ടേ, ശിവകുമാറിന്റെ അനിയനിക്ക് ഇതിന്റെ ഡബിളാണ് മേടിച്ചോണ്ട് പോയത്. അത് നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാത്തത്. അങ്ങനെ എന്തെങ്കിലും കേസുണ്ടോ? ഇപ്പോ താങ്കൾ ചുമ്മാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് കേസാകുമോ? ശിവകുമാറിന്റെ അനിയൻ അങ്ങനെ ഒരു കേസ് ഇപ്പോഴുണ്ടെങ്കിൽ അത് അന്വേഷിക്കാം, അത് ചർച്ച ചെയ്യാം. ഇപ്പോൾ അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് അപ്പോഴന്വേഷിക്കാം. താങ്കൾക്ക് ശിവകുമാറിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് കരുതി അതിപ്പോൾ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കാനുള്ള കാര്യം എന്താണ്? ശ്രീ മഹി, താങ്കൾ ഒരു കേസ് കൊടുക്കൂ. അപ്പോൾ അതൊരു കേസാവുകയാണെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. താങ്കൾ കൊടുക്കൂ. ഇപ്പോഴത്തെ എന്തായാലും സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കേസില്ല. അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യാം. ഞങ്ങളുടെ അങ്ങനെ വേണ്ടപ്പെട്ട ആളൊന്നുമല്ല. താങ്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ കേസ് കൊടുക്കൂ. ഇവിടെ വന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ശ്രീ മഹി, അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ കേസ് കൊടുക്കൂ, അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയോട് കേസ് കൊടുക്കാൻ പറയൂ. അപ്പോൾ അത് ചർച്ച ചെയ്യാം. ശരി മഹി. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നാണ്. ശ്രീ ശരത്ത്, ഇപ്പോൾ കണ്ഠരര് മോഹനരുടെയും നേരത്തെ കണ്ഠരൻ രാജീവരുടെയും ഇപ്പോൾ മഹേഷ് മോഹനരുടെയും ഒക്കെ മൊഴിയെടുക്കുന്നു. ഇവരെല്ലാം പൊതുവായി സമ്മതിച്ചു എന്ന് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണനെയും ഗോവർദ്ധൻ ജുവലറി തൊണ്ടി മുതൽ കണ്ടെടുത്ത ഗോവർദ്ധൻ ജുവലറിയുടെ ഉടമ ഗോവർദ്ധനെയും ഇടനിലക്കാരൻ കൽപേഷിനെയും എല്ലാം ഇവർക്ക് നേരിട്ട് അറിയാവുന്നവരാണ് എന്നാണ് പറയുന്നത്. അതിനെല്ലാം അനുമതി നൽകിയതും ഇവരാണ്. തന്ത്രിമാരിലേക്ക് കൂടി അന്വേഷണം എത്തുകയാണോ? എനിക്ക് പറയാനുണ്ട്, ഇപ്പം അവിടെ തന്ത്രിമാരാണല്ലോ പൂജ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇത് കൂടുതലും കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അവർക്ക് എന്താണ് അവിടുത്തെ ജോലി, അവിടുത്തെ ദൗത്യം, ഇതെല്ലാം വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഒന്നും അറിയാതെ ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ അംഗങ്ങൾ ആരും അറിയുന്നില്ല, ഇത് കൊണ്ടുപോകുന്ന അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡിനകത്താണ് ഇതെല്ലാം തീരുമാനം എടുക്കേണ്ടത്. അവരാണ് ഇത് കൂടുതൽ കാര്യങ്ങൾ ഇത് നിയന്ത്രിക്കേണ്ടതും, ആരവിടെ ജോലിക്ക് നിൽക്കണം, ഏതൊക്കെ കുടുംബങ്ങൾക്ക് ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടാവണം. ഈ സാധനം കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതിന് ഒരു സുരക്ഷ കൊടുക്കാൻ ഇവർക്ക് കഴിയില്ലേ? ഇവിടുത്തെ ഈ കമ്മിറ്റി അംഗങ്ങൾക്കും മറ്റുള്ള ആൾക്കാർക്കും ഒരു സുരക്ഷ കൊടുക്കാൻ അവർക്ക് കഴിയില്ലേ?
അതാണ് എന്റെ സംശയം. ഈ ഒരു സുരക്ഷ ഇല്ലാതെ ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റൂ? സ്വർണ്ണപ്പാളി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതിനൊരു സുരക്ഷ വേണ്ടേ? അതിന് ഇവർ മുൻകൈയെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. ഇതിന് വ്യക്തമായിട്ട് ഇനി അന്വേഷണങ്ങളിലുണ്ട്. നമ്മൾ ഇപ്പൊ സംസാരിച്ച പോലെ വ്യക്തമായിട്ടുള്ള അന്വേഷണം വരുമ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ശരിയായിട്ടുള്ളൊരു ഉത്തരം കിട്ടും. ഇതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, നേരത്തെ രാജീവരുടെയും മോഹനരുടെയും മൊഴിയെടുത്തു, ഇപ്പോൾ മഹേശ്വരുടെയും മൊഴിയെടുക്കുന്നു. ഈ മൊഴിയിലെല്ലാം പൊതുവായി പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ആസൂത്രകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ഇടനിലക്കാരനായ കൽപേഷിനെയും സ്വർണം വിറ്റ ഈ ഗോവർദ്ധൻ ജ്വല്ലറിയും എല്ലാം തൊണ്ടി മുതൽ കണ്ടെടുത്ത് അവരെല്ലാം നേരിട്ട് അറിയുന്നവരാണ് ഈ തന്ത്രിമാർ. അവരാണ് ഇതിനെല്ലാം യഥാർത്ഥത്തിൽ അനുമതി നൽകിയതും. അന്വേഷണം അവരിലേക്ക് കൂടി എത്തുകയാണോ? സാർ നമസ്കാരം. നമസ്കാരം. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ബ്രാഹ്മണനല്ലേ സാർ? അല്ലേ? ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പേരുണ്ട്. അപ്പൊ അതിൽ ഈ തന്ത്രിമാരിലെത്തിയാലൊന്നും അത്ഭുതപ്പെടുവാനില്ല. പക്ഷെ ഈ ഇടതുപക്ഷ സർക്കാർ ആവുമ്പോൾ അങ്ങനെ അനുവദിച്ചു കൊടുക്കൂലെന്ന് സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനീയ മുഖ്യമന്ത്രി അന്ന് ശബരിമലയിൽ പ്രശ്നം നടക്കുമ്പോൾ പറഞ്ഞത് മന്ത്രിയുടെ കൊത്തായത്തിലല്ല ശബരിമലയുടെ അവകാശം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സർക്കാർ ആവുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്. തന്ത്രി വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നടക്കും. ബാലകൃഷ്ണൻ, ഈ മുഖ്യമന്ത്രിക്ക് ശബരിമലയിലെ ഈ താന്ത്രിക അവകാശത്തിലൊന്നും ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും അവിടെ എല്ലാം അനുമതി നൽകണമെങ്കിൽ ഈ തന്ത്രിമാർ തന്നെ വേണം. അത് ആ കുടുംബത്തിലെ തന്ത്രിമാർ തന്നെ വേണം. അതെങ്ങനെയാ സാർ? അത് ഇരട്ടത്താപ്പല്ലേ? അന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. എങ്ങനെ പറഞ്ഞാലും അങ്ങനെയാണ് നടക്കുന്നത്. ആര് പറഞ്ഞു? അല്ല, ആചാര ലംഘനത്തിനെതിരായിട്ട് അന്ന് തന്ത്രി സംസാരിച്ചു. ആചാരത്തിന്റെ പേരിലാണ് ഇവരൊക്കെ തന്ത്രിമാരായിരിക്കുന്നത്. സാർ നമ്പൂര് ഇവരൊന്നും കക്കത്തില്ല, തന്ത്രിമാർ കക്കത്തില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇവരായിരിക്കും ഒരുപക്ഷെ കള്ളന്മാർ. പക്ഷെ ഇടതുപക്ഷത്തിന്റെ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് താന്ത്രിയുടെ കോന്തലക്കല അങ്ങനെയൊന്നുമല്ല ശബരിമലയുടെ താക്കോൽ എന്ന് ബഹുമാന്യ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ അളവ് കൊലാക്കിയാൽ ഇപ്പൊ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ തന്ത്രിക്ക് ഒരു വിധത്തിലും എടുത്തു മാറ്റാൻ ഒരു സപ്പോർട്ടും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മാനസികമായി മനസ്സിലാക്കുന്നത് തന്ത്രിക്ക് അവകാശമുണ്ട്, തന്ത്രിയും കൂടി പങ്കാളി ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടെ അവകാശം തന്ത്രിക്കൊന്നല്ല, ഞങ്ങളെ ഭരണത്തിന് തന്നെയാണ്, ഞങ്ങളെ ദേവസ്വം ബോർഡിന് തന്നെയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇനി അദ്ദേഹത്തിന്റെ നിലപാടെന്നാണ് അറിഞ്ഞാൽ കൊള്ളാം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ വാദം കൊള്ളാം, നല്ലതാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇപ്പോൾ തന്ത്രിമാരെല്ലാവരും 3 പേരും സമ്മതിക്കുന്ന ഒരു വിവരം, ഇവർക്ക് ഈ കള്ളത്തിൽ മോഷണത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ നേരിട്ട് പരിചയമുള്ള ആളുകളാണ്, എല്ലാ തവണയും ഇവരാണ് അനുമതി നൽകിയതും. അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തുകയാണോ? സാറേ, എന്നാണ് ഇപ്പോഴത്തെ കാലം ചുമരനെ വരെ വിശ്വസിക്കാൻ പറ്റൂല. രാജാവിന്റെ കുതിരാന്ന് മറ്റു കാര്യമില്ല. തന്ത്രിയായാലും മന്ത്രിയായാലും, രാജാവിന്റെ കുതിരാന്ന് മറ്റു കാര്യമില്ല, കുതിരക്കോട്ടയിലേക്ക് പോയി. തന്ത്രിയായാലും മന്ത്രിയായാലും എല്ലാവരും ആദ്യം പറയാ പിന്നെ ഞാൻ എടുത്തിട്ടില്ല. എന്നൊരു പെരുങ്കള്ളനും കട്ടക്കള്ളനും ഒരിക്കലും ഞാൻ എടുത്തില്ല. പിന്നെ ബുദ്ധിപരമായിട്ട് ഇന്റലിജന്റ് വകുപ്പ് അവര് ബുദ്ധിപരമായിട്ട് നോക്കുമ്പോ ഓരോന്നോരോന്ന് പുറത്തു വരിക. അതുമല്ല, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആള് വെള്ളത്തോടെ ഒക്കുക. അപ്പൊ ഈ മാരിക്കള്ള ഇപ്പം പിന്നെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവും, ഇല്ലാണ്ടൊന്നുമില്ല. ഇവരെല്ലാം ഒരു ഓഫീസിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിൽ ജീവനക്കാരുണ്ടാവും. ആദ്യം സംഭവിച്ച നമ്മളറിയില്ല എന്ന് പറയുമ്പോൾ അത് ഒരു കള്ളത്ര, അതായത് സത്യം മറച്ചു വെക്കുന്ന പരിപാടി അത്. അതുകൊണ്ട് ശരിക്കുള്ള എൻക്വയറി നടത്തണം. ഈ ശബരിമല എന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു, വിഷ്ണുമായയിൽ ഞാൻ ഗായകനായകൊണ്ട് നമ്മൾ പാടുന്ന പാട്ടാത്. വിഷ്ണുമായയിൽ ശിവന്റെ പുത്രനായവൻ, വിശ്വപാലനത്തിനൂഴിയിൽ പിറന്നവൻ, പമ്പയിൽ പിറന്നു പന്തളത്തുദാസനായി, വൻപുലിപ്പുറത്തു പാലുമായി വന്നവൻ, സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ഹരിഹര സുതനഖില വരദന ഭയമയ്യപ്പ. ഇത്രയും ശക്തിയും ഭക്തിയുള്ള ഒരു ഏറ്റവും ക്ഷേത്ര, അത് ഇതിനോട് കൂടിയിട്ട് എല്ലാം ക്ലിയർ ആക്കണം. താങ്കളുടെ പാട്ട് കൊള്ളാം, നല്ലത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, ഈ ശബരിമലയിൽ എല്ലാ തവണയും അവിടെ സ്വർണം പൂശാനായി ഇത് എടുക്കുമ്പോഴും തിരിച്ചു വെക്കുമ്പോഴും ഒക്കെ ഈ തന്ത്രിമാരുടെ അനുമതി ചോദിക്കുകയും തന്ത്രിമാർ ദൈവഹിതം പരിശോധിച്ച് താന്ത്രിക വിധി പ്രകാരം ദൈവഹിതമൊക്കെ പരിശോധിച്ച് അവർ അതിന് അനുമതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മോഷണത്തിന് എന്തായാലും അങ്ങനെ ഒരു ദൈവഹിതമുണ്ട് എന്ന് കരുതാൻ ആവില്ല. അങ്ങനെയാണെങ്കിൽ ആ ദൈവഹിതമൊക്കെ അട്ടിമറിക്കായിരുന്നില്ല ഇവർ എന്ന് കൂടി സംശയിക്കേണ്ടി വരില്ലേ?
തീർച്ചയായിട്ടും തന്ത്രിമാരെ ഏതാണ്ട് ഒരു പരിപാടി നടക്കില്ല അവിടെ. ഇപ്പോഴത്തെ തന്ത്രിമാരെ കാര്യം പണ്ടൊക്കെ ആണെങ്കിൽ തുടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. എന്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ തൊടാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ അതൊക്കെ പോയി, പഴയ കാലഘട്ടമൊന്നുമല്ല. ഇപ്പൊ വാജിവാഹനം പോലും ആ തന്ത്രിയുടെ വീട്ടിലേക്കാണ്. ഇനി എന്തൊക്കെ അയാളുടെ വീട്ടിൽ കൊണ്ട് എഴുതിനറിയാം. ഇയാളെന്ന് പറയുന്നത് നടക്കൂലെന്നേ. അതിനെ അറിയാൻ ഒരു കുടുംബത്തിൽ കിടന്ന എല്ലാവരും അറിയില്ലേ? അത് തന്ത്രി അറിയാണ്ട് ഒരു പരിപാടി അവിടെ നടക്കൂല. അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ വിടും. അയാളെയും പിടിച്ച് അകത്താക്കണം. മോഹനരൊക്കെ അല്ലേ ഇത് നമുക്കറിയാമല്ലോ. നമുക്ക് നേരെ പണ്ടൊക്കെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അതൊക്കെ ആ കാലഘട്ടമൊക്കെ പോയി. തന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായി. ഭക്തി കിട്ടിയെങ്കിൽ അവർക്ക് പൈസ മാത്രം മതി, അറിയാവോ? കാരണം ഒരു തന്ത്രി എവിടെയെങ്കിലും ഈ ഗണപതി ഹോമത്തിനൊക്കെ പോയി എത്ര ലക്ഷം രൂപ മേടിക്കണമെന്ന് അറിയോ? മത്സരമൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ് സംഭവം. കാശ് നല്ല പൈസയും കിട്ടും, കള്ളത്ത മുഴുവൻ. ഇതിനെ കുറിച്ച് താങ്കളുടേതാണ് ഈ അഭിപ്രായം. ഉണ്ണികൃഷ്ണനാണ് ചടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ശബരിമലയിൽ നടന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അനുമതി നൽകിയത് ഈ തന്ത്രിമാരാണ്. അവരിപ്പോൾ ഈ മോഷണക്കേസിൽ പെട്ട ആൾ, മോഷണക്കേസ് മുതൽ തൊണ്ടി മുതൽ കിട്ടിയ ജുവലറിയുടെ ഉടമ, ഇടനിലക്കാരൻ, ഇവരൊക്കെ ഇവരുടെ അടുപ്പക്കാരും ആണ്. സ്വാഭാവികമായും അന്വേഷണം ആ നിലയ്ക്ക് കൂടി നീങ്ങുന്നില്ലേ? തീർച്ചയായിട്ടും സാറേ. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. അതായത് നമുക്ക് ശബരിമല എന്നുള്ളതല്ല, കേരളത്തിലെ നമുക്ക് ചെറുതും വലുതുമായ എല്ലാ ക്ഷേത്രങ്ങൾക്കും കുടുംബപരമായ ഒരു തന്ത്രിയുണ്ട്. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന്റെ വർക്കായാലും പുനഃപ്രതിഷ്ഠ ആയാലും ഏത് ചെറിയ കാര്യത്തിന് പോലും ഉത്സവങ്ങൾക്കും എല്ലാം തന്ത്രിയെ പോയി കാണാറുണ്ട്. തന്ത്രി വന്ന് ദേവഹിതം അറിയിപ്പിച്ചതിന് ശേഷം ആ തന്ത്രിയുടെ ദേവഹിതം അനുസരിച്ചാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. ഇതുപോലെ തന്നെയാണ് ശബരിമലയുടെ ഒരു രീതിയും. അതായത് ദേവഹിതം അദ്ദേഹം പറയാറ്. ഇപ്പം ദേവഹിതം അല്ല പറഞ്ഞിരിക്കുന്നത്, ദേവസ്വം ഹിതം. എനിക്ക് കേട്ടിട്ട് തന്ത്രി അങ്ങോട്ട് അംഗീകരിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദേവസ്വം ഹിതമാണ് ഇപ്പൊ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്ത്രി എതിർക്കാതെ വിട്ടുകൊടുത്ത ഒരു കേസാണെങ്കിൽ നമുക്ക് തന്ത്രിയുടെ ഭാഗവും കൂടെ ഇതിനകത്ത് ഭാഗവാക്കായിട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സംശയം മനസ്സിൽ കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു തന്ത്രിയാണ്, അയ്യപ്പന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെളുത്തവനും കറുത്തവനും കൂടിയവനും കുറഞ്ഞവനും എല്ലാം കള്ളൻ തന്നെയാണ്. പക്ഷെ അപ്പോഴും ആരോപണങ്ങളുടെ മുന്നയിലിരിക്കുകയാണ്. കോടതി എന്ന് പറയുന്ന ഒരു നിയമ സംഹിത നമ്മുടെ രാജ്യത്തുണ്ട്. അത് താമസിയാതെ അയ്യപ്പന്റെ ശക്തിയും എല്ലാം തെളിഞ്ഞു വരുമെന്നുള്ള ഒരു പ്രാർത്ഥനയിൽ കേരളത്തിലെ ഞാൻ ഉൾപ്പെടുന്ന അയ്യപ്പ ഭക്തന്മാർ. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഫാദർ സാമുവൽ, ഈ ശബരിമലയിലൊക്കെ ഒരു ആചാരം അനുസരിച്ച് അവിടെ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും ഈ തന്ത്രിയുടെ അനുമതി വേണം. തന്ത്രി ദൈവഹിതമൊക്കെ നോക്കി ദൈവഹിതം പറയുന്ന ആളാണ് തന്ത്രി എന്നാണ് വെയ്പ്പ്. അങ്ങനെയുള്ള അനുമതിയൊക്കെ നേടിയാണ് ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതും സ്വർണം അടിച്ചു മാറ്റിയതും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായും അവർക്കൂടി ഇതിൽ ധാർമ്മികമായെങ്കിലും ഉത്തരവാദിത്തമില്ലേ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ലൈന് കിട്ടിയില്ല. ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ വിഷയത്തില് പുരോഹിതന്മാരുടെ സ്ഥാനമാണ് തന്ത്രിമാർക്കുള്ളത്. ഒരു ദേവാലയത്തിൽ അതിന്റെ ആത്മീയമായ ശുശ്രൂഷയൊക്കെ ചെയ്യേണ്ട പുരോഹിതന്മാരാ. അതേ പ്രകാരം ഉത്തരവാദിത്തം അവർക്കുള്ളത്. പക്ഷേ അവരും മനുഷ്യരാണ്. മനുഷ്യർ എന്ന് പറയുമ്പം തെറ്റിന് വിധേയരാണ്. തെറ്റുകുറ്റങ്ങൾ അവരുടെ ഭാഗത്തും വരും. പക്ഷേ ആ തെറ്റുകുറ്റം ഏറ്റുപറയുന്നതാണ് ദൈവികത്വം. മനുഷ്യനാണ് തന്ത്രിയായാലും പുരോഹിതനായാലും. പക്ഷെ തെറ്റുകുറ്റം ഏറ്റുപറയണം. എന്റെ ഭാഗത്ത് ഇങ്ങനെ വീഴ്ച വന്നിരിക്കുന്നു, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുമ്പോൾ മാത്രമേ അവൻ ദൈവിക തുല്യനായി തീരുന്നുള്ളൂ. അതായിരിക്കും പറയാനായിട്ടുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഏത് പുരോഹിതനായാലും അവരെല്ലാം മനുഷ്യരാണ്. മനുഷ്യർക്ക് പറ്റുന്ന തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അവർക്കും പറ്റും. പക്ഷേ പുരോഹിതനായിരിക്കുന്ന ഒരാൾ അങ്ങനെ തങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തുറന്നു പറയാൻ തയ്യാറാവണമെന്നാണ് ഫാദർ സാമുവൽ പറഞ്ഞത്. ശ്രീകുമാറാണ് പന്തളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീകുമാർ, താങ്കൾക്കാകുമ്പോൾ ശബരിമലയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാവും, അങ്ങനെയൊക്കെ പരിചയമുള്ള ആൾ കൂടിയാവും. ഹലോ സാർ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. എനിക്കൊരു അവസരം തന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, പന്തളം പിന്നെ ഈ വിഷയം മാത്രമല്ല, ഈ തന്ത്രി കുടുംബങ്ങളിലെ എല്ലാം നടക്കുന്നത് തന്ത്രിത്തരം തന്നെയാണ്. കാരണം ഞാൻ പല ദേവപ്രശ്നങ്ങളിലും പോയി നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സഹിക്കാൻ പറ്റാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവര് പറഞ്ഞ് മനുഷ്യനെ ചതിക്കുക. ഞാനൊരു ദേവപ്രശ്നത്തിന് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞാൻ വെൺമണിയിലുള്ള ഒരു ക്ഷേത്രത്തില്, എന്റെ കുടുംബക്ഷേത്രം തന്നെയാണ്, അവിടെ പോയി അവിടെ പ്രശ്നം വെച്ചപ്പോൾ ദേവപ്രശ്നം വെച്ചു. ഇവർക്ക് പരികർമ്മികളുണ്ട്. ഒരു ദിവസത്തെ ചെലവും ഇവരുടെ ഫീസും എല്ലാം കൂടെ 34,000 രൂപ. 7 ദിവസം പൂജ. 7 ദിവസത്തെ പൂജ കഴിഞ്ഞ് ഇവർ കഴിച്ചത് വെറും പച്ചച്ചോറും തൈരും, ഉപ്പൊഴിക്കാതെ. പക്ഷേ പരികർമ്മി ഈ കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചു. നിത്യവും ഇവർക്ക് ആഹാരത്തിനുള്ളതും പരികർമ്മി തന്നെയാണ് എഴുതി സാധനങ്ങൾ മേടിക്കുന്നത്. ഇവിടെ തുടങ്ങുന്നു ഇതിന്റെ എല്ലാം നാശം. അതാണ് ഏറ്റവും വലിയ സത്യം. ഇത് അവർക്ക് സ്വാഭാവികമായ ഒരു പൂജയ്ക്ക് വന്നാൽ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അതിനുള്ള ചില ഭക്ഷണം കഴിക്കുന്നതിന് പരികർമ്മിയുണ്ട്. പക്ഷെ ഇവര് അവസാനം ഫീസ് വരെ ഓരോ ദിവസത്തെയും മേടിച്ചിട്ട് ഈ 7 ദിവസം കഴിയുമ്പം ഇവര് ഈ പച്ചച്ചോറും തൈരും മാത്രമാണ് കഴിക്കുന്നത്, ഉപ്പില്ലാതെ. അതേ ഇവരെന്നിട്ട് സാഷ്ടാംഗം ഒരു പ്രണാമവും. ഇവരെ ദേവഹിതം അനുസരിച്ച് തന്നെ ആയിരിക്കുമല്ലോ സാർ, ഇവരോട് ഹിതം ചോദിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഈ ദ്വാരപാലകരെ അവർ നയിച്ചത്. അതെ, ദൈവഹിതം അല്ലെങ്കിലും ആണെങ്കിലും മേലുദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തിരുത്താൻ തയ്യാറായതാണ് ഒരു ബ്രാഹ്മണന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇതിപ്പോ ഭഗവാൻ മല്ലിക സാറിന്റെ നിന്ന് വാങ്ങിയ സ്വത്ത്, അല്ലെ കാണിക്കയായിട്ട് കൊടുത്ത സ്വർണം, അത് വാങ്ങിക്കാൻ അതെടുക്കാനും പാടില്ലായിരുന്നു. കാരണം നമുക്കറിയാം 900 കോടി രൂപയുടെ ബാധ്യതയുള്ളൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി അയ്യപ്പനെ കൂട്ടുപിടിച്ചു. അയ്യപ്പനിൽ നിന്ന് അത് അയ്യപ്പന്റെ വലിയ ഭക്തന്മാര് അടിച്ചുകൊണ്ടും പോയി. ഇത് കുറച്ചുനാൾ ഇങ്ങനെ ഇതാണ് ഇതിന്റെ സത്യം. ഇതിനകത്ത് ഒരു ഗവൺമെന്റിനെയോ അല്ലെ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്തെ നിയമസംഹിത തന്നെ തെറ്റാണ്. ഒരു ക്ഷേത്രം, ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും അന്നദാനം ഉണ്ടായിരുന്നു, എല്ലായിടത്തെയും നിർത്തലാക്കി. പന്ത്രണ്ട് കോയിക്കൽ ഞങ്ങള് കഴിഞ്ഞ വർഷം എന്റെ ചേട്ടനും ഞാനും കൂടെ, ചേട്ട സുഹൃത്തും ഞാനും കൂടെ പോയി ആഹാരം കഴിക്കാൻ നിന്നു. അവിടുത്തെ ആഹാരത്തിന്റെ കാര്യങ്ങളൊന്നും പറയണ്ട, ഈ വർഷം അത് ഇല്ലാന്നും പറയുന്നു. വെളിയിൽ കഞ്ഞി കൊടുക്കുന്നു. വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകണം. സുകുമാരനാണ് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ സുകുമാരൻ, ഈ ശബരിമലയിൽ ബോർഡ് എന്ത് തീരുമാനമെടുത്താലും ആ ബോർഡിന്റെ തീരുമാനം നടപ്പാക്കണമെങ്കിൽ ഈ താന്ത്രിക അവകാശമുള്ള താഴ്മൺ കുടുംബത്തിലെ തന്ത്രി ആരാണോ അന്നേരം തന്ത്രിയായിരിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ ചോദിക്കും ഇങ്ങനെ ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ നടപ്പാക്കാമോ എന്ന് ചോദിച്ചാൽ അവർ താന്ത്രിക വിധി പ്രകാരം അവർക്കറിയാവുന്ന രീതിയിൽ അവർ ദൈവത്തിൻ്റെ ഹിതം നോക്കി, ആ ദൈവഹിതമാണ് അവർ പറയുന്നതെന്നാണ് വെപ്പ്. അങ്ങനെ ദൈവഹിതം നോക്കി എല്ലാത്തിനും അനുമതി നൽകിയവരാണ് ഇവർ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ നടന്ന ഈ മോഷണത്തിനെല്ലാം ഇവർക്ക് കൂടി ഉത്തരവാദിത്തമില്ലേ? ശ്രീ സുകുമാരൻ പറയാം, പറഞ്ഞോളൂ. ഈ ഒന്നാമത്തെ കള്ളന്മാർ ഇവരെന്നെ തന്ത്രിമാർ അറിയാതെ ഒരു സംഭവം നടക്കൂല ആ ശബരിമലക്ക്. ഇപ്പൊ ആടെ തങ്കവിഗ്രഹം ഉണ്ടോ തന്നെ ഈ തന്ത്രിമാർ ഇനി പറയേണ്ടി വരും. അതിന്റെ എല്ലാം സാധനങ്ങളെല്ലാം പോയിട്ടുണ്ട്, നല്ല എന്തെല്ലാം പോയിട്ടുണ്ട്, പലതും പോയിട്ടുണ്ടാവും. പക്ഷെ തന്ത്രി അറിയാതെ ഒരു സംഭവം ആടെ നടക്കൂല ശബരിമലക്ക്. ഒന്നാമത്തെ ഫസ്റ്റ് കള്ളന്മാർ തന്ത്രിമാരാണ്. ഇവിടെ ഇഷ്ടം പോലെ വരുമാനം വരുന്നതുകൊണ്ട് തന്ത്രി എന്ന് പറഞ്ഞ് ആടിക്ക് ആള് പോകും. വേറെ ഈ പൈസയാണ് എല്ലാം ലക്ഷ്യം, വേറൊന്നല്ല. പിന്നെ ഒരു ഭക്തി കൊണ്ട് പോകുന്നതല്ല, ശരിക്ക് അയ്യപ്പനോടിൽ ഒരു സ്നേഹം കൊണ്ട് ഭക്തി കൊണ്ടൊന്നല്ല ആരും പോകുന്നവരല്ല. ഇപ്പൊ ഇന്ന് പോകുന്നവർക്ക് അധികം ആൾക്കാരും വെറും സർക്കിറ്റിന് വേണ്ടി പോകുന്നതാണ്. ഇത് വെറുതെ ദർശനം പറഞ്ഞിട്ട് പേരും പറഞ്ഞിട്ട് മറ്റൊരു കുടുംബത്തിന് അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് ശബരിമലക്ക്. അപ്പൊ അയ്യപ്പന്റെ പേരും പറഞ്ഞ് പോകുന്നു. വരുമ്പം ഇടുന്നതിന് പോകുന്നവര് കുപ്പി മാങ്ങി വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, എനക്കറിയാമല്ലോ. സുകുമാരനാണ് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. കുറെ ചർച്ച ചെയ്തതാണ് സാർ. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, തന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത്. എന്ത് ഈ ജനൽപ്പാളി ഒന്നാക്കിയാലും ഡോറ് ഒന്നാക്കിയാലും എന്ത് ഒന്നാക്കിയാലും തന്ത്രി അറിഞ്ഞ ശേഷം അവർ കുറ്റപ്പെടുത്തി അതിന് പെട്ട അധികാരികളെ ഏൽപ്പിക്കും. പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് തന്ത്രി കൊള്ളയടിക്കാണ് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് അറിയില്ല. പരിപൂർണമായി ഞാൻ പറയാം, തന്ത്രിക്ക് അയ്യപ്പന്റെ വിഗ്രഹം മോട്ടിക്കാനോ ജനൽപ്പാളി മോട്ടിച്ച് കഴിക്കേണ്ട ആവശ്യം തന്ത്രിക്കില്ല. ആൾക്കാർ ഇഷ്ടംപോലെ ആശ്രയിക്കുന്നുണ്ട്. ശബരിമലയില് സ്ത്രീകളെ കയറ്റി കൊണ്ടുവന്ന് ചെറിയ സംശയം,
ഇനി അവർ അങ്ങനെയൊന്നും ചെയ്തോ ചെയ്തില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരാളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണുള്ളത്. പക്ഷേ അവർക്ക് ഇഷ്ടം പോലെ വകയുണ്ട് എന്നതിൻ്റെ പേരിൽ മോഷ്ടിക്കില്ല എന്ന്, അത് ഇവരല്ല ഇനി ആരായാലും. ലോകത്തെ ഏറ്റവും വലിയ മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യരല്ല. ലോകത്തെ വൻ കൊള്ളകളൊക്കെ നടത്തിയിട്ടുള്ളത് പരമ്പരാഗതമായി തന്നെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ആളുകളൊക്കെയാണ് ഈ കൊള്ളകളൊക്കെ നടത്തിയിട്ടുള്ളത്. സാധാരണക്കാരെ വെട്ടിച്ച് എല്ലാം കൂടെ ചേർത്താൽ പോലും അവരിൽ ഒരാൾ വെട്ടിച്ചതിൻ്റെ തുക പോലും എത്തില്ല. അപ്പോൾ ഈ കാശുള്ളത് കൊണ്ട് വെട്ടിക്കില്ല, എൻ്റെ വീട്ടിൽ നല്ല കാശുള്ളതുകൊണ്ട് ഞാൻ വെട്ടിക്കില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാശുള്ളവർ തന്നെയാണ് കൂടുതൽ വലിയ മോഷണങ്ങൾ നടത്തുന്നത്, അതിന് യാതൊരു സംശയവുമില്ല. അതിനോട് ഞാൻ പറഞ്ഞുതരാം. കാശിന്റെ കാര്യം അദ്ദേഹം ശ്രീഭക്ത അയ്യപ്പന്റെ കേരളപുത്രനായ ശ്രീ അയ്യപ്പന് ഉള്ള ഒരു കാര്യം, ഒരു തരി മണ്ണ് പോലും അവർ കൊണ്ടുപോയി മോട്ടി തിന്നാറില്ല. അവര് കൊടുക്കുന്ന ആദായങ്ങളും അവർ കിട്ടുന്ന ദക്ഷിണകളും കോടികളാ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്കറിയാം ലക്ഷങ്ങളാ കിട്ടുന്നത്. ശമ്പളം തുച്ഛമായിരിക്കാം, അത് അവർക്കുണ്ട്. അയ്യപ്പന്റെ ഒരു തന്നെ മണ്ണ് പോലും അവർ വിട്ടിക്കൊണ്ട് പോകില്ല. എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ കള്ളനായ മുദ്ര കുത്താൻ ഈ കള്ളന്മാരും ജയിലിൽ കിടക്കുന്ന കള്ളന്മാർക്ക് ഇവിടെ നമ്മളെന്തിനാണ് ഈ അവിടെ നിന്ന് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുമ്പോഴും കട്ടിളപ്പടി ഇളക്കിക്കൊണ്ട് പോകുമ്പോഴും ഒന്നിലേറെ തവണ ഇത് കൊണ്ടുപോയല്ലോ. കൊണ്ടുപോയ സമയത്തെല്ലാം ഇവരോട് ബോർഡ് അനുമതി ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം ദൈവഹിതം നോക്കി, ഇവർ പറയുന്നത് അങ്ങനെയാണ്, താന്ത്രിക വിധി പ്രകാരം ദൈവഹിതം നോക്കി ഞങ്ങൾ അനുമതി നൽകി. അപ്പോൾ എന്തായാലും ഈ കള്ളത്തിനും കൊള്ളക്കൊന്നും ദൈവഹിതമുണ്ട് എന്ന് കരുതാനാവില്ലല്ലോ. അപ്പോൾ ഒന്നുകിൽ അവർ ദൈവഹിതം അട്ടിമറിച്ചു, അല്ലെങ്കിൽ ഇവർ അറിഞ്ഞുകൊണ്ട് ഈ കൊള്ളയ്ക്ക് കൂട്ടുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇല്ല സാറേ, ദേവഗീതം എന്ന് പറയുന്ന സംഭവം അതിന്റെ ഹിന്ദു ആചാരപ്രകാരമുള്ള ചർച്ച വാക്കാണ്. അത് അവിടെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഉദ്ധരിക്കുന്നത്. അല്ല, ശിവദാസൻ എങ്ങനെയാണ് പിന്നെ ഇവർ അനുമതി നൽകുന്നത്? ഇവർക്ക് താന്ത്രിക വിധി പ്രകാരം ദൈവത്തിന് ഇത് താല്പര്യമുണ്ടോ ഇല്ലയോ? ശബരിമലയിലെ പല വികസന പ്രവർത്തനങ്ങളും ദൈവത്തിന് താല്പര്യം, ദൈവഹിതം ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ശബരിമലയിലെ പല നടക്കാൻ ദൈവഹിതം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ പറയുന്നതാണല്ലോ, അല്ല നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അവരാണ് പറയുന്നത്, അതാണ് ആചാരം, അതുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അത് നോക്കി പറയുന്ന ആളുകൾ എന്തായാലും മോട്ടിക്കാൻ ദൈവത്തിന്റെ ഹിതം ഉണ്ടാവില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. ഇല്ല സാറേ, നാടും വളരും കോവിലും വളർന്നപ്പോ പണ്ടത്തെ ശ്രീകോവിലല്ല അയ്യപ്പ ക്ഷേത്രം, കോടി വളർന്നുള്ളതാണ്. വളർന്ന് വരുമ്പോൾ അവർ അനുവാദം കൊടുക്കുമ്പോൾ തിരിച്ച് എനിക്ക് ഓടിച്ചിട്ട് പകുതി തരണം, ഈ പാളി ഉരുക്കി ജനൽപ്പാളി ഉരുക്കിയിട്ട് അയ്യപ്പന്റെ വിളക്ക് ഉരുക്കിയിട്ട് അല്ലെ അയ്യപ്പന്റെ ജനൽപ്പാളി ഉരുക്കിയിട്ട് അയ്യപ്പൻ ഡോർ ഉരുക്കിയിട്ട് എനിക്ക് 200 ഗ്രാം തരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ അയ്യപ്പ വിശ്വാസം പുരോഗമിച്ച് വരാൻ വേണ്ടി അവർ ഈ അയ്യപ്പന്റെ നാമത്തിൽ കൊടുത്തോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ 3 കള്ളന്മാർ കിടക്കുന്നവരെ എനിക്ക് ഇപ്പോഴും അവരെ കിടന്ന് പറയാൻ പറ്റൂല. അവര് കള്ളന്മാരാണെന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? അവരും തന്ത്രിയും എല്ലാം ഒരേപോലെ കുറ്റാരോപിതരാണ്. ഇവരെല്ലാം സംശയത്തിന് നിഴലിലാണ്. അവർക്കും തന്ത്രിക്കും എല്ലാം ഒരേപോലെയുള്ള സംശയത്തിന് നിഴലിലാണ്. അവര് കള്ളന്മാരാണോ തന്ത്രി കള്ളന്മാരാണോ നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ. പിന്നെ എങ്ങനെ ഈ നടന്നത്? അവിടെ മോഷണം നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ആ മോഷണം എങ്ങനെ നടന്നു, അതിൽ ആരൊക്കെ പങ്കാളികളായിരുന്നു എന്നതിലാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളോ അല്ലെങ്കിൽ തന്ത്രിയോ ഇവരാരെങ്കിലും കള്ളന്മാരാണോ നമുക്ക് പറയാൻ കഴിയില്ല. കണ്ടുപിടിക്കും. അതിനാണ് കോടതി നിയമിച്ചിട്ടുള്ളത്. തന്ത്രിയല്ല കേന്ദ്രിയല്ല, ഇനി ആരായാലും അവരനുഭവിച്ചേ പറ്റൂ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാരണവശാലും തന്ത്രി എവിടെ പോയിട്ട് വന്നിട്ട് തന്ത്രി എന്ന കുടുംബത്തെ അവർക്ക് ഒരു കാരണവശാലും അവർ മനസ്സറിഞ്ഞുകൊണ്ട് ഒരിക്കൽ ചെയ്യുന്ന വിശ്വാസം എനിക്കുണ്ടനിയാ. വിശ്വാസമാവാം, വിശ്വാസം എങ്ങനെ വേണമെങ്കിലും ആവാം, ഓരോരുത്തർക്കും ഓരോ ആളുകളെ. ഇപ്പോഴും പറയുന്നു മനസ്സുകൊണ്ടും ധൈര്യം കൊണ്ടും മുഖഭാവം കൊണ്ടും ഒരു ദൈവശക്തി കൊണ്ടും മുസൽമാനും ക്രിസ്ത്യാനിയും ബാബരും അയ്യപ്പന് ഹിന്ദു എല്ലാം കുടികൊള്ളുന്ന ശ്രീകോവിൽ സത്യസമസ്യ എന്നുള്ള ഉണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്നു ഒരു അയ്യപ്പന്റെ പേരിൽ അവർ ഒരു തരി മണ്ണ് പോലും മോട്ടിക്കില്ല. ഈ മോട്ടിച്ചത് തന്നെയും അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് അയ്യപ്പന്റെ സ്വർണ്ണങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് അവിടെ അയ്യപ്പന്റെ നിയമം ചെയ്ത് മാപ്പ് തിരേണ്ട കേസുകളേ ഉള്ളൂ സാറേ. ശരി, ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നാണ് പ്രതികരിച്ചത്. മറ്റേ ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരമുണ്ട് കിരണേ. ഈ നമ്മുടെ രാജീവ് തന്ത്രി എന്ന് പറയുന്ന തന്ത്രി വർഷങ്ങളോളമായിട്ട് ആ ശബരിമലയുടെ അധീനതയിലുള്ള ആളാണ്. പുള്ളിയുടെ അവിടുത്തെ പിടിപാടെന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല, പന്തളം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുപോലെ അന്നത്തെ മോഹനൻ തമ്പുതിരി, ആ പുള്ളിക്കും ഇതിനകത്ത് മനസ്സറിവുണ്ട്. ഈ രാജീവ് തന്ത്രിക്ക് മനസ്സറിവില്ലെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആവശ്യമില്ല, അയ്യപ്പനെ ഗ്രഹിക്കുന്ന ആരും സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 18ാം പടി മുതൽ ശ്രീകോവിൽ വരെ പുള്ളിയുടെ അധീനത്തിലാണ്. പിന്നെ കിരൺ കണ്ടിട്ടുണ്ടോന്നോ എനിക്ക് സംശയമുണ്ട്. കിരൺ ശ്രദ്ധിക്കാൻ അറിയാം, ഹരിവരാസനം പാടി ലാസ്റ്റ് ഇപ്പോഴത്തെ തന്ത്രി നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വർഷം തെരഞ്ഞെടുക്കപ്പെടുന്ന തന്ത്രി ഹരിവരാസനം പാടി താക്കോൽ കൂട്ടം ഏൽപ്പിക്കുന്ന ആരെയെന്നറിയോ? ഈ തന്ത്രിനെയാണ് ഏൽപ്പിക്കുന്നത്, ഈ രാജീവ് തന്ത്രിയെ ഏൽപ്പിക്കുന്നത്. രാജീവ് തന്ത്രിക്ക് അറിയാതെ അവിടുന്ന് ഒരു ഇല പോലും അവിടെ ഇറങ്ങിയാല. അതേസമയം
രാജീവ് അവിടെയുള്ള ഏതെങ്കിലും ഒരു കെട്ടിടത്തിലോ ദേവസ്വം ബോർഡിൽ നിന്നോ എന്തെങ്കിലും പോയെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ വിശ്വസിക്കാം. രാജീവ് തന്ത്രിക്ക് അതിനകത്ത് ഒരു ഇടപാടുമില്ല. പക്ഷെ ശ്രീകോവിലിനെ സംബന്ധിച്ച് രാജീവ് തന്ത്രിക്കാണ് അവിടുത്തെ പൂർണ്ണ അവകാശം. അയ്യപ്പനോട് ചുറ്റുമുള്ള ആ 18ാം പടി മുതൽ രാജീവ് തന്ത്രിയുടെ കസ്റ്റഡിയില്ല. അവിടെ ഏത് പൂജ നടക്കണം, എന്ന് നടക്കണം, പടിപൂജ നടത്തുന്ന പോലും കണ്ടിട്ടുണ്ടോ? രാജീവ് തന്ത്രിയാണ് അവിടെ പടിപൂജ നടത്തുന്നത്, വേറെ ആർക്കും അവിടെ സ്ഥാനമില്ല. അപ്പൊ ഈ രാജീവ് തന്ത്രിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല. ഈ രാജീവ് തന്ത്രി പത്മകുമാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫാമിലിപ്പെട്ട ആളാ, അതായത് നമ്മുടെ രാഘുലീശ്വറിന്റെ ഫാമിലിപ്പെട്ട. അപ്പൊ മോശം വരാൻ ഒരു കാര്യമില്ല. അത് കാരണം ഇതിനകത്ത് കളിപ്പിക്കാനും നോക്കണം. രാജീവ് തന്ത്രിക്ക് അതിനകത്ത് മെയിനായിട്ട് ഉത്തരവാദിത്തമുണ്ട്. വീരവെന്ന് മാത്രമേ ഇനി ഉദ്യോഗസ്ഥന്മാരോടും കോടതിയോടും പറഞ്ഞാൽ മാത്രം മതി. ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. ശ്രീ അയ്യപ്പസ്വാമി ഒരുത്തരം പിടിയില്ല. അയ്യപ്പസ്വാമിയൊക്കെ ഞങ്ങൾ അഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആളാണ്. അയ്യപ്പസ്വാമി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും. അയ്യപ്പസ്വാമി കണ്ട ഓരോ സീസണിൽ ഓരോന്ന് കറക്റ്റ് മുഹൂർത്തമാകുമ്പോൾ അയ്യപ്പസ്വാമി പോയിക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് അയ്യപ്പസ്വാമി ആരും പിടിയല്ല. അതിനകത്ത് ആര് തെറ്റാണെന്ന് പിടിയല്ല. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര വരികര സുധൻ ആനന്ദ് ചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ സുനിൽകുമാർ നമസ്കാരം പറഞ്ഞിരിക്കുന്നു. അവർ പലർക്കും നമസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജയകുമാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കട്ടിള വരെ അഴിച്ചു കൊണ്ടുപോയപ്പോൾ അതെവിടെ പോയി എന്ന് ഉറപ്പുവരുത്താൻ തന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. അന്യായമായി പുറത്തേക്ക് പോയെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കണമായിരുന്നു എന്ന അഭിപ്രായം സുനിൽകുമാർ പറയുന്നുണ്ട്. കളവിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ, ബട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നും സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. പൂണൂലിട്ട കള്ളന്മാരെ ദേവനും തിരിച്ചറിഞ്ഞില്ല എന്ന് സദാനന്ദൻ പറയുന്നു. ജോവ തന്ത്രിയെല്ലാം ജ്ഞാനദൃഷ്ടിയിൽ കണ്ട് ദൈവഹിതം അറിയുന്നവരാണ്. അതുകൊണ്ട് ദൈവം ഈ മംഗ്ലീഷ് എഴുതരുത്, നമുക്ക് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവഹിതം നോക്കേണ്ട തന്ത്രി ദേവസംഹിതം നോക്കിയതാണോ പ്രവർത്തിച്ചതെന്ന് സംശയം. അയ്യപ്പ സംഗമം നടത്തി ഇത്രയും പുറത്തു വന്നില്ലേ, ബാക്കി സാക്ഷാൽ അയ്യപ്പൻ പുറത്തു കൊണ്ടുവന്ന് സുൽകുമാർ പറയുന്നു. സെബാസ്റ്റ്യൻ പറയുന്നു ദൈവത്തെ പോലീസ് രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു ഇന്നലെ കല്യാണം കഴിച്ച ഇന്നലത്തെ കാര്യമാണ്, അതിന് ആനപ്പിണ്ടം സ്വർണം അതൊക്കെ മോശപ്പെട്ട കമൻറ്റുകളൊക്കെയാണ് സെബാസ്റ്റ്യനൊക്കെ എഴുതിയിരിക്കുന്നത്. മോശമാണ് സെബാസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ കമൻറ്റുകൾ എഴുതുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ തർക്കങ്ങളൊക്കെ. രാജനാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താ പറയാനുള്ളത്? സാറേ, ഈ ക്രിമിനലെല്ലാം ഈ കള്ളക്കടത്തുകാരെല്ലാം ഈ പോറ്റിമാരെയും പൂജാരിമാരെയും ഒക്കെയാണ് പിടിക്കുന്നത്. ഇവരെയൊക്കെ ഉണ്ണികൃഷ്ണൻ പൂജാരിയായ പുള്ളിയെ വിളിച്ച് പുള്ളിയായിട്ട് ഏർപ്പാടിൽ ഈ തന്ത്രിയെ മന്ത്രി എല്ലാം അയാളായി ഏർപ്പെടുത്തി കൊടുത്തേക്കുന്നത്. ഇവരെല്ലാം കൂടെ ചേർന്ന് ചെയ്തതാ. ഇതൊരു നമ്മുടെ ഒരു ഊഹഭോഗമാണ്, അല്ലാതെ സത്യവതാവണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത്. ഈ ദൈവഹിതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം ദൈവത്തിന് അവസ്ഥം പറ്റുമ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങ് പറ്റുമോ? ഈ തോന്നുമ്പോൾ ഊരി അത് റിപ്പയർ ചെയ്യാനും കൊണ്ടുപോകാനും തമിഴ്നാട്ടിൽ കൊണ്ടുപോകാനും അങ്ങനെ അയ്യപ്പനായാലും ആലോചിക്കില്ല ഈ കൂടെ എന്തിനാ കൊണ്ടുപോകുന്നതെന്ന്. അതൊക്കെ ദൈവഹിതമൊക്കെ ചുമ്മാതാ. ഞാനൊരു വിശ്വാസിയല്ല, എങ്കിൽ തന്നെയും ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തതാ. ഇതാണ് എൻ്റെ അഭിപ്രായം. ശരി, രാജൻ്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പത്മകുമാറാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ പത്മകുമാർ, ആലപ്പുഴ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പിന്നെ കായംകുളം. എവിടെയാണ്? കായംകുളം. കായംകുളം എന്ന് പറയാമല്ലോ, ആലപ്പുഴ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? കായംകുളമൊക്കെ അറിയുന്ന സ്ഥലമല്ലേ? അത് തന്നെ. കായംകുളത്ത് എവിടെയാ വീട്? പിന്നെ കറ്റാനം. അപ്പൊ കറ്റാനം പറയാം. ശരി ആട്ടെ, പത്മകുമാർ പറഞ്ഞോളൂ. പിന്നെ ഈ അനുവാദം ചോദിച്ചു ഇവരോട് പറയുന്നത് ആരാ ഈ അനുവാദം ചോദിച്ചത് ഈ തന്ത്രിയോട്? ശബരിമലയായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഏത് തീരുമാനം എടുക്കണമെങ്കിലും ദേവസ്വം ബോർഡ് തന്ത്രിയോട് അനുമതി ചോദിക്കണം. ആ തന്ത്രി അനുമതി നൽകി കഴിഞ്ഞാൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. അതാണ് ശബരിമലയിലെ ആചാരം. ഈ തന്ത്രിയോട് ഈ അനുമതി ചോദിച്ചത് ആരാ? ദേവസ്വം ബോർഡ്. അല്ലാതെ ആരാ വയ്ക്കുന്നത്? അപ്പൊ ഇതിനകത്ത് ഈ ശരിക്കും ഇദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ദേവസ്വം ബോർഡിന്? അവിടുത്തെ ആചാരം അനുസരിച്ച് ചോദിക്കണം. അവിടെ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും തന്ത്രിയുടെ അനുമതി വേണം. അങ്ങനെയാണ് ശബരിമലയിലെ ആചാരം. ഓക്കെ, അപ്പൊ ഈ ബൈ ചാൻസിൽ പിന്നെ തന്ത്രി അനുമതി കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എത്രയോ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളിൽ ദൈവഹിതമില്ല എന്ന് പറഞ്ഞ് അനുമതി നൽകാതിരുന്നിട്ടുണ്ട്. അല്ല, അത് ഓക്കെ. ബൈ ചാൻസിൽ ഇദ്ദേഹം അനുമതി നൽകിയില്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ
തന്ത്രിയുടെ അനുമതി വേണം. തന്ത്രിയുടെ അനുമതി ഇല്ലാതെ ഇപ്പോൾ നാളെ ഒരാൾ തീരുമാനിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും പണിയാം, അല്ലെങ്കിൽ മറ്റ് അവിടെ ഒരു മേൽക്കൂര പണിയാം എന്നൊക്കെ തീരുമാനിച്ചാൽ അങ്ങനെ ദേവസ്വം ബോർഡിന് പണിയാൻ കഴിയില്ല. ദേവസ്വം ബോർഡിന് തന്ത്രിയുടെ അനുമതി ചോദിക്കണം. തന്ത്രി അത് ദൈവഹിതം നോക്കി അനുമതി നൽകുന്നു എന്നാണ് വെപ്പ്. അങ്ങനെ അദ്ദേഹം അനുമതി നൽകിയാൽ അത് പണിയാം, നൽകിയില്ലെങ്കിൽ പണിയാൻ കഴിയില്ല. ഓക്കെ, പിന്നെ അത് വേറെ കാര്യം. പക്ഷെ ഇത്രയും സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു ചോദിച്ചോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഇത്രയും, കാരണം ഇങ്ങനെയുള്ളൊരു സ്വർണ്ണ വിഷയം, ഒരുപാട് പൈസയുടെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വിഷയം ഇദ്ദേഹത്തിനോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ പണ്ട് തൊട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമായിരിക്കണമല്ലോ ഒരു ആചാരത്തിന്റെ പ്രകാരം. താങ്കൾ പറഞ്ഞോളൂ. അപ്പം ഒരിക്കലും ബൈ ചാൻസിൽ അപ്പൊ ഇതിനകത്ത് രണ്ട് വശം ഉണ്ടെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് അനുമതി കൊടുക്കാം, കൊടുക്കാതെ ഇരിക്കാം. അപ്പൊ കൊടുക്കാതെ ഇരിക്കുവാണെങ്കിൽ അപ്പം അത് തന്ത്രിയും അദ്ദേഹം ശരിക്കും ആലോചിക്കേണ്ട കാര്യമായിരുന്നു അത്. ശരി, അതുകൊണ്ട് അപ്പം ശരിക്കും ഇതിനകത്ത് മാത്രമല്ല എല്ലാവരും. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോ. പറഞ്ഞോളൂ. അതെ, ഇപ്പൊ നമ്മൾ പലവട്ടം ഇത് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇന്നാണ് മഹേഷ് മോഹനരുടെ മൊഴി എടുത്തത്, അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഈ വിഷയം. അതെ, അത് നന്നായി. അല്ല, അത് വളരെ നന്നായി, 100% നന്നായത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ചിത്രം വ്യക്തമായി. തന്ത്രി കുടുംബം അറിയാതെ ഈ കളകൂടെ നടന്നിട്ടില്ല. അതാണ് പോറ്റുമാരെയൊക്കെ എങ്ങനെ അടിപ്പിച്ചു, അയ്യരുമാരെ എങ്ങനെ അടിപ്പിച്ചു, ഇവരെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇവർ വഴിയാണ്. ഈ ക്ഷേത്രം, ഈ ശബരിമലയായിട്ട് ഒരു പൊതുസ്വത്തല്ലേ ഇത്. അമ്പലം വിട്, ഒരു പൊതുസ്വത്ത് പൊതുവതിൽ കട്ടാൽ അതെപ്പോഴായാലും പുറത്തു വരണം. ഇത് ദേവസ്വം ബോർഡ് കാലാകാലങ്ങളിൽ സർക്കാരുകൾ മാറി വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. തന്ത്രി എന്ന് പറയുന്നത് ദൈവഹിതം കേട്ടെന്നാ പറഞ്ഞത്. ദൈവഹിതം ഇപ്പൊ ജ്യോത്സ്യന്മാരുടെ അടുത്ത് ജ്യോത്സ്യം വെച്ചാൽ ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിലാണ്. തന്ത്രിപ്പണിയും തൊഴിലാണ്. ശമ്പളം കിട്ടാണ്ട് ഇവർ ഈ പണിക്ക് വരികയില്ല. പറഞ്ഞ മനസ്സിലായ? അപ്പോ ഇത് ഇവര് തമ്മിൽ ടൈപ്പാണ്. അല്ല, വരുമാനമുണ്ട്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഈ പൈസ കിട്ടിയില്ലെങ്കിൽ വരുവാ. അപ്പോ അത് അവര് തൊഴിലാളികളാണ്. അപ്പൊ ഇത് ആർത്ത് മൂത്ത് ഇതിങ്ങനെ ഇവര് ഇത് മുതലെടുക്കേ. കാരണം മനസ്സിലായ? ആർത്തി എന്ന് പറയും ഇതിനാ. കിട്ടുന്നത് പോരാ. അതുകൊണ്ട് ഇത് എത്രയും വേഗം തെളിയും, ഉറപ്പാണ്. ഇത് പൊതുമുതലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് തെളിയും, ഇത് ഇവരൊക്കെ അകത്ത് പോവും, ഉറപ്പാണ്. ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. ശരി, ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ, ഹൈന്ദവ ആചാരപ്രകാരം തന്ത്രിയും മേൽശാന്തിയും എപ്പോഴും വിശ്വസ്തർ തന്നെ ആയിരിക്കണം. ഇക്കാര്യത്തിൽ അവർ പെട്ടതാണ് സാർ. ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. പല കാര്യത്തിലും അനുവാദം കൊടുക്കേണ്ടതായും വന്നിട്ടുണ്ട്. പക്ഷെ അവര് ഇതിനകത്ത് പങ്ക് പറ്റി എന്ന് പറയാനാകില്ല സാർ. അല്ല, പങ്ക് പറ്റിയോ പങ്ക് പറ്റിയില്ലയോ എന്ന് എനിക്കറിയില്ല. അല്ല പൊതുവേ ഉള്ള ചർച്ചയിൽ എന്താണെന്ന് വെച്ചാൽ, അല്ല, ഉദ്യോഗസ്ഥര് അനുമതി ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇവർ ഒരു നിർമ്മാണത്തിനോ അല്ലെങ്കിൽ സ്വർണം പൂശാനോ ഇളക്കാനോ കൂട്ടി യോജിപ്പിക്കാനോ ഒക്കെ അനുമതി ചോദിക്കുമ്പോൾ താന്ത്രിക വിധി പ്രകാരം ദൈവഹിതം പരിശോധിച്ച് ദൈവഹിതം ഉണ്ടെങ്കിൽ അനുമതി കൊടുക്കുന്നു എന്നാണല്ലോ വെപ്പ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ മോഷണം നടന്നു എന്നത് യാഥാർത്ഥ്യമാണല്ലോ. അപ്പൊ ശബരിമല മോഷണത്തിന് എന്തായാലും ഒരു ദൈവഹിതം ഉണ്ട് എന്ന് തൽക്കാലം ഒരു വിശ്വാസിക്കും കരുതാനാവില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഒന്നുകിൽ അവർ ആ ദൈവഹിതം അട്ടിമറിച്ചു, അല്ലെങ്കിൽ ഈ കള്ളത്തിന് കൂട്ടുനിന്നു എന്ന് സാധാരണഗതിയിൽ ആർക്കും സംശയം തോന്നുന്നതല്ലേ ഇത്? സാർ, പ്രതിഫലം പറ്റാതെ കൂട്ടു നിന്നിട്ടുണ്ടാകാൻ സാർ, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കള്ളത്തിന് കൂട്ടുനിന്നെങ്കിൽ, ഒരു മോഷണത്തിന് ഞാൻ കൂട്ടുനിന്നെങ്കിൽ അതിന് എനിക്ക് പ്രതിഫലം പറ്റിയാലും ഇല്ലെങ്കിലും ഒക്കെ ഞാനും അതിൽ പ്രതിയാണ്, അല്ലേ? എന്താ സാർ? ഞാൻ ഒരു മോഷണത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നു. ആ മോഷണത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നെങ്കിൽ എനിക്ക് പ്രതിഫലം കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ളതല്ല വിഷയം. ഞാനും അതിൽ പ്രതിയല്ലേ? ആണ് സാർ. അത് ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ അത് ശരി തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ അവരെ എന്താന്ന് വെച്ചാൽ ഒരു മോഷണക്കാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് സാർ. അല്ല, അപ്പൊ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒക്കെ മോഷണക്കാരായി ചിത്രീകരിച്ച സമയത്തൊന്നും താങ്കൾക്ക് ആ വിഷമം തോന്നിയില്ലേ? ഉണ്ടായിരുന്നല്ലോ സാർ, ഉണ്ടായിരുന്നല്ലോ. ഞാൻ എന്താ വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൃത്യമായിട്ട്. ശരി, അപ്പൊ കുഴപ്പമില്ല. ആരെയും അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഒരാളെയും മോഷണം നടത്തിയോ ഇല്ലയോ എന്ന് അറിയുന്നതിന് മുമ്പേ അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. നമ്മൾ ഒരിക്കലും അങ്ങനെ തന്ത്രിമാർ മോഷണം നടത്തിയെന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരൊന്നും മോഷണം നടത്തിയെന്നൊന്നും നമുക്കറിയില്ല. അതെല്ലാം അന്വേഷണ വിധേയമായി കണ്ടെത്തേണ്ടതാണ്. തീർച്ചയായിട്ടും. ശരി ചന്ദ്രൻ നായർ.
ശ്രീ അനിയാണ് എടക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനി, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. ഇത് എന്താന്ന് വെച്ചാല് ഈ സംഭവം ഈ കള്ളത്തരത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇതില് ഒരു വിധം ഏത് പാർട്ടി ആയാലും ശരി കേട്ടോ, ഏത് പാർട്ടിയിൽ നിന്നുള്ളതൊന്നുമില്ല. അതിലൊക്കെ ഗവൺമെന്റ് ഇതിന് എല്ലാ വക കക്കാനൊക്കെ ഉള്ള അനുവാദം കൊടുത്തിട്ടാണ് അവര്. ഇത് കക്കണേല് അവര് ഈ സോഷ്യലിസം പറയും, വ്യഭിചരിക്കുന്നതിലും സോഷ്യലിസം പറയും, കൂട്ടിക്കൊടുപ്പിലും സോഷ്യലിസം പറയും. അതാണ് ഇന്നത്തെ നമ്മളെ കേരള ഗവൺമെന്റിന്റെ നിലപാട് തന്നെ അങ്ങനെയാണ്. അതേ കേരള ഗവൺമെന്റ് തന്നെയല്ലേ ഇപ്പോൾ അന്വേഷണം നടത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ? നടക്കുന്നത് ഗവൺമെന്റ് ആണോ ഇതിന് ഉത്തരവാദി? ദേവസ്വം ബോർഡല്ലേ? പിന്നെ ദേവസ്വം ബോർഡാണെങ്കിലും ഗവൺമെന്റിന്റെ ചെറിയൊരു ഇതുണ്ടാവുമല്ലോ, ഒരു അംഗീകാരം ഉണ്ടാവുമല്ലോ ഇതിന്. ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനും ഉണ്ട്, അതിൽ സംശയമൊന്നും ഉണ്ടാവും. അപ്പൊ അതന്നെ ഏത് കൊള്ളത്തരം ചെയ്യുകയും ചെയ്യും, ഏത് കള്ളത്തരം ചെയ്യുകയും ചെയ്യും ഒക്കെ ഗവൺമെന്റിന് ഇതിന് ഉത്തരവാദിത്തം. അത് ഏത് ഗവൺമെന്റ് ആയാലും ശരി, BJP ആയാലും ശരി, കോൺഗ്രസ് UDF ആയാലും ശരി, LDF ആയാലും ശരി, ഇതൊക്കെ തന്നെ ഇവരുടെ ഇത്. കാര്യം കഴിയുന്നവർക്കും നാരായണ, കാര്യം കഴിഞ്ഞാൽ കൂരായണ എന്നുള്ള ലെവലാണ് ഇപ്പൊ ഇവരുള്ളത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാറേ, എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഈ മന്ത്രം അറിയാവുന്നവൻ തന്ത്രി, തന്ത്രം അറിയാവുന്നവൻ മന്ത്രി, ഏരിയയിലാണെങ്കിൽ പോകുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിയാണ് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും ഈ കാര്യങ്ങൾ മന്ത്രിമാർ എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ടില്ല? കടകംപള്ളി സുരേന്ദ്രൻ, രാധാകൃഷ്ണൻ, ഭാസവൻ, ഈ 3 പേരെയും ചോദ്യം ചെയ്യാതെ നമുക്കറിയാം എത്രയോ സാങ്കേതിക വിദ്യകളുണ്ട് ഇത് വ്യക്തമായിട്ട് പറയാൻ. നുണപരിശോധന നടത്തി ഇവരെ തന്ത്രിമാരെയും ഈ മന്ത്രിമാരും നുണപരിശോധന നടത്തിയ കൃത്യമായിട്ട് അറിയാമല്ലോ. തങ്കച്ചൻ, മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയോ ഇല്ലയോ എന്നറിയില്ല. മന്ത്രിമാരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയിൽ എത്തുന്നതിന് മുമ്പ് മന്ത്രിയേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ തന്ത്രി. തന്ത്രിയിൽ വരെ എത്തി, ഇനി അതിനപ്പുറം മന്ത്രിയിലേക്ക് എത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ മന്ത്രിയിലേക്ക് എത്തുമായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജനങ്ങൾ, നമ്മളെ പോലെ സാറും ഞാനും അടക്കമുള്ള ജനങ്ങളുടെ വരുന്ന ഈ ജനങ്ങളിലെ വെറും വിഡ്ഢികളാക്കുന്ന രീതിയിലാണ്. അല്ല, ഇപ്പോൾ അന്വേഷണം അങ്ങനെ വിഡ്ഢികളാക്കുന്നതെന്ന് തോന്നേണ്ട കാര്യമില്ല. അന്വേഷണം കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അകത്ത് കിടക്കുന്നു. ഭരിക്കുന്ന പാർട്ടി തന്നെ നിയോഗിച്ച മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്ത് നിൽക്കുന്നു. ഇപ്പോൾ തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് അങ്ങനെ ഒരു പുറമേക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നേണ്ട ഇടയുണ്ടായിട്ടില്ല. നമ്മളെല്ലാം ഭക്തന്മാരല്ല സാർ, സാറും ഞാനും അടക്കമുള്ള ഭക്തന്മാർ. ആരും ദൈവവിശ്വാസം ഇല്ലാത്തവരാരുമില്ല. എല്ലാവരും പറഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ദൈവവിശ്വാസമുണ്ട്. അങ്ങനെയൊന്നുമല്ല, വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും എല്ലാം ഉണ്ട്. അത് പരമ്പരാഗതം എത്രയോ നൂറ്റാണ്ടുകളായി അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, ഇവരിൽ കൂടി നമ്മളൊരു സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തേണ്ടി വരുന്നതല്ലേ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾ പറയൂ. നമസ്കാരം. തന്ത്രിയും ദേവസ്വം ബോർഡും അറിയാതെ അവിടെ ഒരു സംഭവം നടക്കില്ല. പിന്നെ ഈ വിളിക്കുന്നവര് പലരും സർക്കാരിനെ പറയുന്നുണ്ട്. സർക്കാരിന് അവിടെ യാതൊരു ബന്ധവുമില്ല, അത് എല്ലാവർക്കും അറിയാം. അത് എപ്പ പറഞ്ഞാലും സർക്കാരിന്റെ മുതുകത്തോട്ടാണ് ഈ വിളിക്കുന്നവർ. അങ്ങനെ സർക്കാരിന് ബന്ധമില്ല എന്ന് പറയാൻ കഴിയില്ല. സർക്കാരാണ് അവിടെ കള്ളം കാണിക്കില്ല എന്നുള്ള ഉത്തരവാദിത്തത്തിൽ അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെയും അംഗങ്ങളെയും ഒക്കെ നിയോഗിക്കുന്നത് സർക്കാരാണ്. അവരേതെങ്കിലും തരത്തിൽ മോഷണത്തിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ സർക്കാരിനുണ്ട്, സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കും ഉണ്ട്. അത് ആളുകൾ പറയുന്നതിൽ യാതൊരു തെറ്റും പറയാൻ കഴിയില്ല. അല്ല, ഈ അഴിമതി ഇപ്പൊ ഈ സ്വർണ്ണക്കൊള്ള നടന്നത് തന്ത്രി അറിയാതെ ഒരിക്കലും നടക്കില്ല. അത് പറഞ്ഞു, ഞാൻ സർക്കാരിനെ പറയരുത് എന്ന് പറയാൻ കഴിയില്ല. സർക്കാരിനെയും തന്ത്രിയെ പറയുന്നത് പോലെ തന്നെ സർക്കാരിനെയും പറയാനുള്ള അവകാശം ആളുകൾക്കുണ്ട്. അതെ, അത് എത്ര പ്രാവശ്യമായി ഇങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്തി. സർക്കാരിനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താൻ കഴിയും, അല്ലാതെ വഴിയെ പോകുന്ന ആളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അധികാര കേന്ദ്രങ്ങൾക്ക് നേരെയല്ലേ കല്ലെറിയൽ ഉണ്ടാവും, അല്ലാതെ ചുമ്മാതിരിക്കുന്നവർക്ക് നേരെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അധികാര കേന്ദ്രത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ അതുണ്ടാവും. ഇത് ദേവസ്വം ബോർഡും തന്ത്രിയെ അറിയാതെ നടക്കൂല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ഇരിങ്ങാലക്കുട നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവദാസൻ, താങ്കൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ തന്ത്രിമാർ 3 പേരുടെ താഴ്മൺ കുടുംബത്തിലെ 3 പേരുടെ മൊഴി എടുത്തിട്ടുണ്ട്. അവരൊക്കെ ഈ മോഷണം ആസൂത്രണം ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇടനിലക്കാരനായ കൽപേഷിനെയും തുണ്ടി മുതൽ കണ്ടെടുത്ത ഗോവർദ്ധൻ ജ്വല്ലറിക്കാരുടെ ഉടമയും ഒക്കെ നേരിട്ട് അറിയുന്നവരും അവരുടെ അടുപ്പക്കാരും ഒക്കെയാണ്. അവർ പറയുന്ന ഭക്തരെന്ന നിലയ്ക്കുള്ള പരിചയമാണ്, അങ്ങനെയാണ് അവരുടെ അടുത്ത് ഒക്കെ പോയിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. അതറിയില്ല. എന്തായാലും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ?
ആ TV ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. ശരി, ശ്രീ ജയരാജാണ് കാടാമ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജയരാജ്, താങ്കൾ പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ ജയരാജ്. നമസ്കാരം സാറേ. നമസ്കാരം. ചായ കുടിച്ചോ? പറഞ്ഞോളൂ. പിന്നെ സാറേ, ഇത് നമ്മൾ എന്താ പറയാ, നല്ല രീതിയിലുള്ള അന്വേഷണമാണ് സാറേ മുന്നോട്ട് പോകുന്നത്. കാരണം വെച്ചാല് ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത തന്ത്രിയിലേക്ക് വരാനാണ് ഇപ്പൊ അന്വേഷണം, ചോദ്യം ചെയ്യലൊക്കെ വന്ന് നിൽക്കുന്നത്. കാരണം നമ്മളൊന്നും ഒരിക്കലും അങ്ങനെ എന്താ പറയാ കണ്ടിരുന്ന ആൾക്കാരൊന്നും അല്ല ഇവര്. അപ്പം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നല്ല ശക്തമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കുറ്റം ചെയ്ത ആരാണെങ്കിലും അവരെ കയ്യാമം വയ്ക്കട്ടെ, അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഊഹാപോഹങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി, നമുക്ക് നേരത്തെ വിളിച്ച ഇരിങ്ങാലക്കുടയിലെ ശിവദാസനാണ്. ശ്രീ ശിവദാസൻ, താങ്കൾ പറഞ്ഞോളൂ. അതായത് സാറേ, ഈ ശബരിമലയില് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ആര് നടത്തിയാലും അവരെ കണ്ടെത്തി അവർക്ക് കൃത്യമായ പണിഷ്മെന്റ് കൊടുത്ത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ കൊണ്ടുവരണം. ആരാണ് കള്ളൻ, ആരാണ് കള്ളത്തരം ചെയ്തത്, ഇതിന്റെ പിന്നിൽ ആരൊക്കെ എന്ന് ഇവിടെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ അന്വേഷണ സംഘം കോടതിയും തയ്യാറാവണം. അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും കേരളത്തിലെ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ടല്ലോ. ഒരു കള്ളന്മാരെ പോലും വെറുതെ വിടില്ല എന്ന് അദ്ദേഹം മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിനെ അധിക്ഷേപിക്കാൻ വേണ്ടി പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അത് വസ്തുതാ വിരുദ്ധമാണ്. കള്ളന്മാരെ പിടികൂടണം, അത് ആരായാലും എന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. ശരി, എന്തായാലും അവരെയൊക്കെ നിയമിച്ചതിൻ്റെ ഉത്തരവാദിത്തം അവരാണ് കള്ളന്മാരെങ്കിൽ സർക്കാരിന് സ്വാഭാവികമായും ഉണ്ട് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമുണ്ട്. ശ്രീ മോഹനാണ് കോഴിക്കോട് നിന്നും. ശ്രീ മോഹനൻ, താങ്കൾ പറഞ്ഞോളൂ. ക്ഷമിക്കണം, ശ്രീ ജനാർദ്ദനാണ്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഞാൻ ഇപ്പം നമ്മുടെ അന്വേഷണം തന്ത്രിയിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. എങ്കിലും ഇപ്പം ഈ ഇലക്ഷന്റെ ഒക്കെ ടൈം ആയപ്പോഴത്തേക്ക് തന്ത്രിയുടെ ഭാഗത്തേക്ക് വഴിതിരിച്ചു വിട്ടതുപോലെ തോന്നുന്നു. അതെന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ തോന്നാൻ കാരണം, അല്ലെങ്കിൽ ഇതിന്റെ ദശ ഇങ്ങനെയല്ല പോകേണ്ടത്. പക്ഷെ എങ്ങനെയാണ് പോകേണ്ടത്? ചെറിയൊരു റോള് ഇതിനകത്ത് തന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരെ സംശയിക്കാതെ ഇരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ പറയുന്ന വലിയ റോളൊന്നും അതിനകത്ത് വരില്ല. ജനാർദ്ദനൻ, ഈ തന്ത്രിമാരുടെ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ, അവിടെ ഈ നിലനിൽക്കുന്ന ആചാരം അനുസരിച്ചാണെങ്കിൽ ഈ തീരുമാനങ്ങൾക്കെല്ലാം അനുമതി, ദൈവഹിതം നോക്കി അനുമതി നൽകുന്നത് തന്ത്രിമാരാണ്. അങ്ങനെ ദൈവഹിതം നോക്കി അനുമതി നൽകേണ്ടവർക്ക് എന്തായാലും മോഷണത്തിന്, ഈ കൊള്ളയ്ക്ക് ഒരു ദൈവഹിതം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അനുമതി നൽകിയവർ ഒന്നുകിൽ ദൈവഹിതം അട്ടിമറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഈ കള്ളത്തിന് കൂട്ടുവന്നു എന്ന് ന്യായമായും സംശയിക്കേണ്ടി വരില്ലേ? നമുക്ക് അങ്ങനെ പറയാം, അങ്ങനെ സംശയിക്കാം. പക്ഷെ അതിന്റെ സത്യം അതല്ല, സത്യം തെളിയട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. സാറേ, എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പത്മകുമാറിന്റെ മകന്റെ കാര്യം എന്താ ആരും ഒന്നും പറയുന്നില്ലല്ലോ. നമ്മുടെ ഭഗവാന്റെ യോഗദണ്ഡ് റിപ്പയർ ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പ് എവിടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്? അതൊക്കെ അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. പത്മകുമാറിനേക്കാൾ വലുതല്ലല്ലോ മകൻ. പത്മകുമാർ തന്നെ അകത്താണ്. മകനെ കൂടെ അച്ഛന് കൂട്ടായിട്ട് ഇതിന്റെ അന്വേഷണം കൂടി ഈ അതങ്ങനെ നമുക്ക് വെറുതെ നിൽക്കുന്ന ആളുകളെല്ലാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പിടിച്ചകത്തിടാൻ കഴിയുമോ? തെറ്റ് ചെയ്തെങ്കിൽ അകത്ത് പോകും. തെറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്കറിയാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ തന്ത്രിയുടെ കാര്യമായാലും പത്മകുമാറിന്റെ കാര്യമായാലും വാസുവിന്റെ കാര്യമായാലും ഇവരൊന്നും തെറ്റുകാരാണോ ഇല്ലയോ നമുക്കറിയില്ല. അതുപോലൊരു സുപ്രധാന കാര്യം, ചാനലുകളിൽ മിക്ക ചാനലുകളിൽ ഇപ്പോഴും ന്യൂസിന്റെ ഇടയ്ക്ക് പറയുന്നതെല്ലാം ഇത് പൂച്ചെന്ന. അത് സ്വർണം പൂശിയതല്ല. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയാ കൊണ്ട് പൂശിയിട്ടുള്ളൂ. അതിന് മുൻപുണ്ടായിരുന്ന ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അത് പൂശിയതല്ല, അത് പാളി തന്നെ. അതല്ല, പാളിയൽ അതിനകത്ത് വ്യത്യാസമുണ്ട്.
സ്വർണം ക്ലാഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സ്വർണ്ണപ്പാളികൾ അതിൽ വളരെ നേരത്തെ സ്വർണ്ണപ്പാളികൾ അതിൽ ഒട്ടിക്കുകയായിരുന്നു. അതിനുശേഷമാണ് അത് മാറ്റി സ്വർണം പൂശിലേക്ക് കൊണ്ടുവന്നത്. അതെല്ലാം സ്വർണ്ണപ്പാളി ഒട്ടിച്ചാലും അത് വളരെ നേർത്ത എന്ന് വെച്ചാൽ അത്രത്തോളം നേർത്ത സ്വർണ്ണപ്പാളികളാണ് ഒട്ടിക്കുന്നത്. അത് സ്വർണ്ണമല്ല, സ്വർണ്ണത്തിലല്ല ഇത് ചെയ്യുന്നത്. മറ്റ് അല്ല, ആ പാളി ഒന്ന് ഇളക്കിയെടുക്കാൻ കഴിയും. നമുക്കിങ്ങനെ പാളി ഇളക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാളിയല്ലത്. അത് അത്രത്തോളം നേർത്ത പാളി ഇതുമായി ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ക്ലാഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ശരി, എന്തെങ്കിലും ആട്ടെ. നമുക്ക് ശ്രീ ജനാർദ്ദനൻ, ശ്രീ മോഹനകുമാറാണ് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ ആലപ്പുഴയല്ല, പറഞ്ഞോളൂ. പിന്നെ എവിടെയാണ്? ഇത് ആറന്മുളയിൽ നിന്ന്. താങ്കൾ പറഞ്ഞോളൂ. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് സാറേ, ഇവര് ഈ തന്ത്രിമാര് ദൈവഹിതം നോക്കി എന്ന് പറയുന്നു. പക്ഷെങ്കിൽ എന്റെ അഭിപ്രായം ഇവർ സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതല്ല എന്റെ വിശ്വാസം. ഇവര് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്ത് അവിടെ നിന്നുള്ള മറ്റ് പലരിൽ നിന്നുള്ള കാശ് സമ്പാദിച്ചു എന്നാണ്. അവർ സ്വർണം മോഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരതിന് കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി എന്ന് തന്നെ വിശ്വസിക്കുന്നവനാണ് ഞാൻ. യഥാർത്ഥത്തിൽ ശ്രീ മോഹനകുമാർ, ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തെക്കാൾ സ്വർണ്ണമോഷണം എന്ന് പറയുമ്പോൾ എത്ര പവൻ പോയി, അല്ലെങ്കിൽ 2 കിലോ സ്വർണം, 4 കിലോ സ്വർണം അങ്ങനെ പോയതോ, അല്ലെങ്കിൽ 30 കിലോ സ്വർണം പോയതെന്നല്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ സാധനങ്ങൾക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഭഗവാന്റെ ദർശനം കിട്ടുന്ന, അല്ലെങ്കിൽ ആ ദൈവ ചൈതന്യമുള്ള വസ്തുക്കൾക്കുള്ള മൂല്യം എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെതല്ല. അല്ല, നമ്മൾ അതുകൊണ്ട് അല്ല, ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അവിശ്വസിക്കേണ്ട ഇവരെയാണ്. മറ്റുള്ളവർക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് നമുക്ക് കരുതാം. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും ദൈവവിശ്വാസികളെ കബളിപ്പിക്കുകയും ചെയ്ത ഇവരുടെ ആ പ്രവർത്തനത്തിനെയാണ് ഏറ്റവും അംഗീകരിക്കാൻ കഴിയുക. ശരി, ശ്രീ മോഹനകുമാറാണ്. ശ്രീ പ്രഭാകരനാണ് വെട്ടിച്ചിറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രഭാകരൻ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ. സാറേ, മന്ത്രിയായാലും തന്ത്രിയായാലും ആരായാലും കോടാനുകോടി ഭക്തന്മാരുടെ ആത്മീയത നഷ്ടപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണിത്. അതെ, ഒരിക്കലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ ഒക്കുകയില്ല. അത് വേണമെന്ന രീതിയിൽ എല്ലാ രീതിയും കൈകാര്യം ചെയ്തെങ്കിൽ ഈ ഭക്തന്മാർക്ക് വിശ്വാസം ഉണ്ടാകുള്ളൂ. ശരി, ശ്രീ ജൂഡാണ് പള്ളുരുത്തിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജൂഡ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇക്കാര്യത്തിൽ തന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തുമ്പോൾ? സർ, ഞാൻ ഒരു വിശ്വാസിയാണ്. ഞാൻ ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ളതാണ്. 3 വർഷം നോയമ്പ് നോറ്റ് ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. ഈ തന്ത്രിയും ഈ ദേവസ്വം ബോർഡിലുള്ളവരൊക്കെ ഈ സംഭവങ്ങള് ഇങ്ങനെ ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതിന് സുപ്രീം കോടതി പോലും ഇവരെ വെറുതെ വിട്ടാൽ അയ്യപ്പൻ വെറുതെ വിടില്ല, ദൈവം വെറുതെ വിടില്ല. കാര്യം എന്റെ ഒരു വിശ്വാസം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ അനുഭവസ്ഥരാണ്. എന്റെ കൂട്ടത്തിൽ അയ്യപ്പനുണ്ട്, യേശുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഇവരെ നമ്മളെ ഏത് കോടതി വെറുതെ വിട്ടാലും ദൈവത്തിന്റെ കോടതി ഇവരെ വെറുതെ വിടുകയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, ഓക്കെ. ഓരോരുത്തർക്ക് അവരുടെ വിശ്വാസത്തിൽ അങ്ങനെ ചിന്തിക്കാം. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഇപ്പോൾ ശബരിമല താഴ്മൺ കുടുംബത്തിലെ 3ാമത്തെ ആളിലെ മൊഴി കൂടി എടുത്തിരിക്കുന്നു. സ്വാഭാവികമായും ഇതിനെല്ലാം ദൈവഹിതമുണ്ട്, അങ്ങനെ ദൈവഹിതം നോക്കിയാണ് അനുമതി നൽകിയതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു കള്ളത്തിന്, ഈ മോഷണത്തിന്, കൊള്ളയ്ക്ക് എന്തായാലും ദൈവഹിതം ഉണ്ടാവുമെന്ന് കരുതാൻ ആവില്ലല്ലോ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ശബരിമലയിൽ നടത്തിയിട്ടുള്ള ഇത്തരം അഡ്മിനിസ്ട്രേഷൻ ലാപ്സ് ആവട്ടെ, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മോഷണം ആവട്ടെ, ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ SIT അന്വേഷിച്ച് സീൽ വെച്ച കവറിൽ കോടതിക്ക് കൊടുത്ത് അവര് അത് പറ്റിയുള്ള സ്ക്രൂട്ടണി നടത്തി അവസാനം മാത്രമേ ആരാണ് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇത് ആര് കട്ടെടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ആര് ഇതുപോലെ അഡ്മിനിസ്ട്രേഷൻ ലാബ്സ് ഉണ്ടാക്കിയാലും അവർ കൃത്യമായി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ തന്ത്രി എന്ന പോലെ തന്നെ പിന്നെ നമ്മൾ പറയേണ്ട ഒരാളുകൂടെ ഉണ്ടല്ലോ. കോടതിയുടെ ഹൈക്കോടതി ബെഞ്ചിന്റെ പിന്നെ ആൾക്കാരുണ്ടല്ലോ. അവര് ഇപ്പം ഇവിടുന്ന് ഒരു സാധനം എടുത്തോണ്ട് പോകുന്നു, അവര് കൂടെ ഒപ്പിടുമ്പോഴാണല്ലോ അത് പോകുന്നത്. അപ്പൊ അതെങ്ങനെയാ കോടതി അറിയാതിരിക്കുന്നത്? മാത്രമല്ല, ഇത് കൊണ്ടുപോയി ഇപ്പൊ വാതിൽ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പാളി കൊണ്ടുപോകുന്നു, അത് തിരിച്ച് ആഘോഷപൂർവ്വം കൊണ്ടുവരുന്നു. ഇതൊക്കെ പത്രത്തിൽ വരുന്നതാണല്ലോ. ഈ പത്രത്തിൽ വരുന്നത് മുഴുക്കുകയും അവിടെ ഇരിക്കുന്ന ഇത് നോക്കുന്ന സോക്കോൾഡ് ഞാൻ ആ ബെഞ്ചിനെയോ കോടതിയോ ബഹുമാനപ്പെട്ട കോടതിയോ അല്ല പറയുന്നത്, ആ ആൾക്കാരും ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ അവരെ എന്താ ഇതെടുക്കാത്തത്?
അപ്പൊ ഇത് അവസാനം ചെന്ന് നിൽക്കുന്നത് പറയേണ്ടവരിലേക്ക് തന്നെയാണ്, ഇതിനെ പറ്റിയൊക്കെ സ്ക്രൂട്ടണി നടത്തുന്നവരിലേക്ക് തന്നെയാണ് ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് നമ്മൾ കുറച്ചുകൂടെ പിന്നെ സമയമെടുത്തുകൊണ്ട് ഇതിനകത്ത് എന്താണ് അന്വേഷണത്തിൽ അവസാനം വരുന്നത്, അവസാനം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി ഇനി ഇതുപോലൊരു കാര്യം ഉണ്ടാകാതിരിക്കാനും നോക്കണ്ട. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ താഴമൺ കുടുംബത്തിന്റെ എന്തോ ഒരു ബന്ധുവാണല്ലോ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാള്. കഴിഞ്ഞ ദിവസം ഈ മറ്റൊരു വിഷയത്തില് ഇയാള് നിങ്ങളുടെ ചാനലിലടക്കം എല്ലാ ചാനലിലും ഇയാളെ കൊണ്ടിരുത്തി ഈ വൃത്തികേട് മുഴുവൻ പറയിക്കുന്നുണ്ട്. ആ പറയിക്കുന്ന ആളിനെ ഈ താഴമൺ കുടുംബത്തിലേക്ക് എത്തിയ സ്ഥാനത്തിനകത്ത് ഇവിടെ കൊണ്ടിരുത്തി എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അയാൾ ഈ വായിച്ച് അലക്കുന്നത് മുഴുവൻ ഇത് മറച്ചു വെക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ വന്നിരുന്ന് ഈ വിഷയത്തെ മാറ്റിക്കൊണ്ടുപോയി മറ്റേ വിഷയം മാത്രം ചർച്ച ചെയ്ത് ഈ ഒരു ബിഗ് ബോസ് കാണുന്ന പരിപാടി പോലെയാണ് ഇപ്പൊ എല്ലാ ചാനലുകളും വാർത്ത നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടെ അയാളെ പിടിച്ചിരുത്തി ഒന്ന് നിങ്ങളൊന്ന് കൊടയൂ അയാളെ. ശരി ദീപു, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ഡാൻ കുര്യനും ഈ രാഹുൽ ഈശ്വറുമായി ഏകദേശം 10 മിനിറ്റോളം വേറെ വിഷയത്തിലല്ലേ ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തില് ചോദ്യം ഉണ്ടായിരുന്നു, കൊള്ളയുടെ വിഷയത്തിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അയാളെ കൂടെ. ശരി, അത് അങ്ങനെ ഒരു ചർച്ച ആലോചിക്കുമ്പോൾ സ്വാഭാവികമായും താഴ്മൺ കുടുംബത്തിൽ നിന്ന് ആകെ സംസാരിക്കുന്നത് രാഹുൽ ഈശ്വറാണ്, അയാൾ എന്ത് പറഞ്ഞാലും. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു ചർച്ച വന്നാൽ വിളിക്കാം. ശ്രീ ദീപു, ശ്രീ ലാലാണ് ഗുരുവായൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ലാൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ അന്വേഷണം അതൊരു ശരിയായ ദിശയിൽ നീങ്ങുന്ന അന്വേഷണമാണെന്ന് തോന്നുന്നുണ്ടോ? നിലവിലെ കോടതി ഇടപെട്ടത് കൊണ്ട് ശരിയായ ദിശയിൽ തന്നെ പോകുമെന്ന് വിശ്വസിക്കാം. നമുക്ക് നീതിപീഠം ആണല്ലോ, നമുക്ക് പറഞ്ഞോളൂ താങ്കൾ. നീതിപീഠം ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും നീതി ലഭിക്കും. പിന്നെ ഒന്നാമത്തെ പ്രതിയാക്കേണ്ടത് സർക്കാരിനെ തന്നെയാണ്. അഴിമതി ഇല്ലാത്ത നല്ല 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 ആൾക്കാരെ, വിശ്വാസികളായ ആൾക്കാരെ ഇതേപോലുള്ള സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. മനോഹരൻ ക്ഷമിക്കണം ശ്രീ ലാൽ, ഈ അഴിമതി ഇല്ലാത്തത് എന്ന് പറഞ്ഞത് സമ്മതിച്ചു, അഴിമതി ഇല്ലാത്ത ആളുകളെ കൊണ്ടുവരാനേക്കണം. വിശ്വാസി വന്നാലും അവിശ്വാസി വന്നാലും ഒന്നും പ്രത്യേകിച്ച് ലോകത്ത് കള്ളത്തരം കാണിച്ചിട്ടുള്ളതിൽ കൊള്ള കാണിച്ചിട്ടുള്ളതിൽ മഹാഭൂരിപക്ഷം പേരും വിശ്വാസികളല്ലേ. അതുകൊണ്ട് വിശ്വാസി വന്നാലും അവിശ്വാസി വന്നാലും എന്തെങ്കിലും വ്യത്യാസം? അതാണ് ഞാൻ പറഞ്ഞത്, അഴിമതി ഇല്ലാത്ത ശരി, അത് ന്യായം. അത് അഴിമതി കാണിക്കില്ല എന്ന് ഉറപ്പുള്ളവരെ വേണം വെക്കണം, അത് ശരി. പക്ഷെ വിശ്വാസവും ഇതുമായിട്ട് എന്ത് ബന്ധം? അഴിമതി ഇല്ലാത്ത വിശ്വാസികളും കൂടെ ആവണം. അതെന്തിനാണ് വിശ്വാസിയാവുന്നത്? വിശ്വാസിയായി കഴിഞ്ഞാൽ അഴിമതി കാണിക്കില്ല എന്നുള്ള നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടണമെങ്കിൽ വിശ്വാസികൾ കാലത്തിനനുസരിച്ചല്ലേ ആചാരവും അനുഷ്ഠാനവും ഒക്കെ വരുന്നത്. ഓരോ മതത്തിലും അതൊക്കെ ആയിക്കോട്ടെ ശ്രീ ലാൽ, ഏത് മതത്തിന്റെ ആയാലും ആചാരങ്ങൾ മാറാത്ത ഏതെങ്കിലും ഒരു ആചാരം ലാലിനുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാ ആചാരങ്ങളും മാറി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോ മതത്തിനും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. അല്ല, വിശ്വാസമുണ്ട്. ആ വിശ്വാസങ്ങൾ പലതും ആചാരങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പലതും തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കാലത്തിനനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. സാറേ, അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിഷേധിക്കപ്പെടരുത് ഒരിക്കലും. ആചാരാനുഷ്ഠാനം നിഷേധിക്കപ്പെടില്ല. ആചാരാനുഷ്ഠാനങ്ങൾ മാറേണ്ടി വരില്ലേ ലാൽ? മാറ്റപ്പെടണം. അങ്ങനെ മാറിയാണ്. അവിടെ ആചാരം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പുരോഗമനാത്മകമായ നിലപാടല്ല. ആചാരം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട നിലപാടാണ് യഥാർത്ഥത്തിൽ. എന്നുവെച്ചാൽ ആചാരങ്ങൾ കാലത്തിനനുസരിച്ച് മാറണം. കാലം മാറുമ്പോൾ പഴയ മോശപ്പെട്ടൊക്കെ മാറണം. സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റാൻ പറ്റിയത് ആചാരാനുഷ്ഠാനമാണോ? സ്ത്രീകളെ അമ്പലത്തിൽ കയറേണ്ട എന്നുള്ളല്ലോ വിഷയം. അങ്ങനെ ഏതെല്ലാം അനാചാരങ്ങളാണുള്ളത്, അത് അനാചാരമാണെങ്കിൽ അനാചാരം മാറ്റണം. അങ്ങനെ മാറിയല്ലേ വന്നത്. ശ്രീലാൽ, ഈ കേരളത്തിലെ എത്ര ശതമാനം ഹിന്ദുക്കൾക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കയറാൻ കഴിയുമായിരുന്നു? താങ്കൾ പറയൂ, ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ എത്ര ശതമാനം ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ അവകാശമുണ്ടായിരുന്നു? സ്ത്രീകളെ അമ്പലത്തിൽ കയറ്റണമെന്നാണ് താങ്കൾ ഇത് പറയൂ. 100 വർഷം മുമ്പ് എത്ര ശതമാനം ഇന്ത്യയിലെ എത്ര ശതമാനം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ അവകാശമുണ്ടായിരുന്നു? അവകാശം വേണം, സ്ത്രീകൾക്കും കയറണം. പക്ഷെ ആചാര അനുഷ്ഠാനങ്ങൾ അല്ലാത്ത സ്ത്രീകളെ അതുമെല്ലാം ആചാരത്തിന്റെ പേരിലാണ് ദളിതരെ, പിന്നാക്കക്കാരെ ഒക്കെ ക്ഷേത്രത്തിൽ കയറ്റാതിരുന്നത്. ഇപ്പോൾ സവർണർ എന്ന് പറയപ്പെടുന്ന വ്യവസ്ഥയിൽപ്പെടുന്ന ആളുകളെ പോലും ക്ഷേത്രത്തിൽ കയറ്റാതിരുന്നത്, ഇത്ര അടി അകലത്തിൽ നിർത്തിയത് എല്ലാം ആചാരത്തിന്റെ പേരിലായിരുന്നു. ആചാരപരമായി എല്ലാ സ്ത്രീകളെയും അമ്പലത്തിൽ കയറണം. ആചാരപരമായി നടക്കട്ടെ. ആചാരം എന്നൊക്കെ പറയുന്നത് ഓരോ കാലത്തുണ്ടാകുന്ന ഓരോന്നാണ്. കാലാകാലങ്ങളായി മാറാത്തൊന്നുമല്ല. നമുക്ക് പോകേണ്ടതുണ്ട്. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, താങ്കൾ പറഞ്ഞോളൂ. ക്ഷമിക്കണം, മനോഹരനാണ് കാച്ചാടിയിൽ നിന്നും. ശ്രീ മനോഹരൻ, താങ്കൾക്ക് പറയാം.
പറഞ്ഞത്. പറഞ്ഞോ. ഹലോ പറഞ്ഞോളൂ. ഹലോ സാറേ, ഞാൻ പറഞ്ഞത് ഒന്നുമല്ല. ഈ പറ്റി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് വട്ടാവേ ഇത് എന്തൊരു സാറേ ഇത് നാണം കെട്ടി ഇടപെടുന്ന സാറേ കാണിക്കുന്നത്. ഞാൻ നമസ്തേ സലാവർഷലേ മാതൃഭൂമി നമസ്തേ ദയാ ഹിന്ദുഭൂമി. ഇത് പറയുമ്പോൾ ഇതൊക്കെ എനിക്ക് ഞാൻ കാര്യം പറയണം സാറേ. കാര്യം ഹിന്ദുക്കളെ പറ്റി പറയുന്നത്. ഹിന്ദുക്കളായിരിക്കണം സാറേ. ഞാൻ ഒരു ഹിന്ദുവാണ്. അതെ. സാറേ ഹലോ. ശരി, ഓക്കെ. ശരി, മനോഹരനാണ്. കച്ചാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വളരെ വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഗോളാന്തര യാത്രയൊക്കെ വന്നിരിക്കുന്നു. സുനിലെ, ഇന്നലെ നമ്മുടെ ജയൻ ചേട്ടൻ കിടന്ന് പൊടിക്കുന്നുണ്ട്. സുനിലെ, കിരണിൻ്റെ മുഖം കണ്ടോ? കരുവാളിച്ചു പോയി. പാവം, കണ്ടവരെ പുറത്ത് കയറുമ്പോൾ തിരികെ കിട്ടുമെന്നതിന് ജയൻ ചേട്ടൻ കാസർഗോഡുള്ള സന്തോഷം കൊടുത്തു എന്ന് പറയുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. ഈ വിഷയം ആർക്കും താല്പര്യമില്ല എന്ന് പറയുന്നു. കിരണിൻ്റെ ഒരു അജണ്ട നടപ്പാക്കുന്നത് എന്ന് ഗോളാന്തര യാത്ര പറയുന്നു. സർക്കാർ ഇതിലും പരോക്ഷമായ പങ്കുണ്ട് എന്ന് സുനിൽകുമാർ പറയുന്നു. ഭരണ സംവിധാനത്തിൽ മുഖ്യനറിയാതെ ഒരു ഇല അനങ്ങുകയില്ല എന്ന് സദാശിവൻ നായർ പറയുന്നു. നന്ദകുമാർ പി, സർക്കാർ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചകളിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല, ഹൈക്കോടതിയിൽ വിശ്വസിക്കാം എന്ന് നന്ദകുമാർ പി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവരൊക്കെ തന്നെ അന്വേഷണത്തിൽ പിണറായിയോ സഖാക്കളുടെ ആവശ്യം കോടതിക്കില്ല എന്ന് പറയുന്നു. എന്തായാലും അത്തരം ചില കമൻറ്റുകൾ കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഒരാൾ കുറ്റക്കാരൻ, തന്ത്രിയായാലും മന്ത്രിയായാലും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായാലും ആരും കുറ്റക്കാരാണെന്ന് വിധിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആരും കുറ്റക്കാരല്ല എന്ന് വിധിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാവരും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. എല്ലാവരുടെയും ആരാണ് ഈ മോഷണത്തിൽ പങ്കാളികളായിട്ടുള്ളത്, ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത്, എത്ര വീതമാണ് ഇവരെല്ലാം പറ്റിയിട്ടുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ അറിയണം. ധാർമ്മികമായ ഉത്തരവാദിത്വം സ്വാഭാവികമായും ഈ ദേവസ്വം ബോർഡിനായാലും തന്ത്രിക്കായാലും എല്ലാം ഉണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഇനി അവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കുകയാണ്. പ്രേക്ഷകരുടെ വൈവിധ്യപൂർണ്ണമായ പ്രതികരണമായിരുന്നു ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.